പിടിച്ചിട്ടുള്ള കുറച്ച് സഖാക്കളുണ്ട്. ആ പിടിച്ചു നിർത്തിയവരോട് ഞങ്ങൾ പറയും, ഇനി നമുക്ക് നോക്കാം. SFI നല്ല ഉത്തരവാദിത്തത്തോട് പറയുകയാണ്, ഈ പറഞ്ഞ അധ്യാപകൻ ഈ ക്യാമ്പസിൽ കയറൂല, ഈ ക്യാമ്പസിൽ കയറൂല. ഈ പറഞ്ഞ പോലീസുകാർ മാത്രം മതിയാവൂല, 2 ആംബുലൻസ് കൂടി കൂട്ടി വിളിച്ചു വരേണ്ടി വരും. പോലീസ് കൂട്ടി വിളിച്ചു വരേണ്ടി വരും, 2 ആളെ കൊണ്ടുപോകാൻ. ഈ പറഞ്ഞ അധ്യാപകർ ഇവിടെ ഉണ്ടെങ്കിൽ അവരെ അടിച്ച് ആശുപത്രിയാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടൊക്കെ ചെയ്യും. കൊയിലാണ്ടി ഗുരുദേവ് കോളേജിലെ പ്രിൻസിപ്പാളിനെ ഓഫീസിൽ കയറി തല്ലിയിട്ടും കൊല്ലവിളി മുഴക്കിയിട്ടും അടങ്ങുന്നില്ല SFI. കാര്യവട്ടം ക്യാമ്പസിൽ ഇര KSU ആണ്. KSU നേതാവായ വിദ്യാർത്ഥിയെ ഹോസ്റ്റലിൽ പൂട്ടിയിട്ട് തല്ലി. കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പോലീസ് സ്റ്റേഷന് മുൻപിൽ സമരം ചെയ്ത KSUക്കാരെ സ്റ്റേഷന്റെ മുന്നിലിട്ട് തല്ലി. പാതിരാത്രി വിവരമന്വേഷിക്കാൻ പോലീസ് സ്റ്റേഷനിലേക്ക് പോയ കോവളം MLA വിൻസെന്റിനെ പിടിച്ചു തള്ളി. സമൂഹത്തിൽ നിന്ന് എത്ര എതിർപ്പും അവമതിപ്പും ഉയർന്നാലും തെമ്മാടിത്തം നിർത്തില്ല എന്ന വാശിയിലാണോ ഈ സംഘടന? ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു. SFI അഴിഞ്ഞാട്ടമോ? SFIയെ നിയന്ത്രിക്കാൻ ആളില്ലേ? കയ്യൂക്ക് ആരുടെ തണലിൽ? CPMന് ബാധ്യതയായോ? ഈ ചർച്ചയിൽ ശ്രീ KP രമേശൻ, ഈ ഗുരുദേവ് കോളേജിന്റെ സ്റ്റാഫ് സെക്രട്ടറിയാണ് അദ്ദേഹം. ശ്രീ E അഫ്സൽ SFI നേതാവ്. ശ്രീ അലോഷ്യസ് സേവർ KSUവിന്റെ സംസ്ഥാന പ്രസിഡന്റ്. അതുപോലെ തന്നെ ഡോക്ടർ AG ജോർജ്, അദ്ദേഹം സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പ്രതിനിധിയാണ്. ചർച്ചയിലേക്ക് ആദ്യം ശ്രീ KP രമേശൻ, ഗുരുദേവ് കോളേജിൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? SFI ആരോപിക്കുന്നത് SFIയുടെ ഏരിയ പ്രസിഡന്റിന്റെ കരണത്തടിച്ച് പ്രിൻസിപ്പൽ കർണപുടം ഉടച്ചു എന്നാണ്. അങ്ങനെ ഒന്ന് സംഭവിച്ചതിന്റെ പ്രതികരണമായിട്ടാണ് SFI പ്രവർത്തകർ പ്രിൻസിപ്പലിന്റെ റൂമിലേക്ക് തള്ളിക്കയറുകയും പിന്നീട് മാർച്ച് നടത്തുകയും ഒക്കെ ചെയ്തതെന്ന് ആ സംഘടന പറയുന്നു. ശരിയാണോ? ആ സംഭവം നടന്നത് ജൂലൈ 1-ാം തീയതി തിങ്കളാഴ്ച ദിവസമാണ്. രാവിലെ 10 മണിയോടനുബന്ധിച്ചാണ് ഇവർക്കൊരു ഹെൽപ്പ് ഡെസ്ക് ഇടണമെന്ന് പറഞ്ഞ് വന്നത്. പക്ഷേ പ്രിൻസിപ്പൾ വന്ന് പറഞ്ഞു, ഇതിന് സമ്മതം തരാൻ പറ്റത്തില്ല, മാത്രമല്ല ഓഫീസിൻ്റെ തൊട്ടടുത്താണ് ഈ ഹെൽപ്പ് ഡെസ്ക് ഉള്ളത്, നിങ്ങൾ ആലോചിച്ചിട്ട് ഒത്തിരി സമയത്തിന് ശേഷം പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു ഒരു 15 മിനിറ്റ് സമയം തരണം എന്ന് പറഞ്ഞു. അപ്പോൾ സമാധാനപരമായ അന്തരീക്ഷമായിരുന്നു. അപ്പോഴാണ് പുറത്തുനിന്നും വന്ന ഏതാനും ചെറുപ്പക്കാരാണ്, കൃത്യമായിട്ട് കണ്ടാലറിയാം, മേലത്തെ കോളേജിലെയും പുറത്തുള്ള SFIയുടെ നേതാക്കന്മാരാണ് വന്നതെന്ന് മനസ്സിലായി. അവർ പ്രിൻസിപ്പളുമായിട്ട് വാക്കേറ്റം തുറന്ന് ഞങ്ങൾ SFIയുടെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുന്ന് മാറ്റില്ല എന്ന് പറയുകയും പ്രിൻസിപ്പളിൻ്റെ 2 കൈയും വലത്തെ കൈ പിടിച്ച് പിരിച്ചു. കൂടാതെ അദ്ദേഹത്തിനെ ഒന്ന് തള്ളുകയും ചെയ്തു. പക്ഷേ ഭാഗ്യവശാൽ അവിടുന്ന് സീനൊന്നുമില്ലാതെ ഞങ്ങൾ പ്രിൻസിപ്പളെ സൗമനസ് പറഞ്ഞ് അദ്ദേഹം തിരിച്ച് ഓഫീസിലേക്ക് പോയി. അടുത്ത ഒരു 15 മിനിറ്റിന് ശേഷമാണ് രണ്ടാമത്തെ അപ്രതീക്ഷിതമായ ഈ ആക്രമണ സീനിൽ കാണുന്നത്. അതായത് ഇപ്പൊ നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്ന ആ ദൃശ്യം ഉണ്ടല്ലോ, CCTV ദൃശ്യം, അത് പ്രിൻസിപ്പലിന്റെ റൂമിനകത്തേതാണ് അല്ലേ? അതെ അതെ, അത് പുറത്തുനിന്ന് പ്രിൻസിപ്പൽ റൂമിനകത്തേക്ക് ഇരച്ചു കയറുകയാണ് ചെയ്തത്. പുറത്തുനിന്ന് എത്തിയ ആളുകൾ അല്ലേ? അതെ, പുറത്തു നിന്ന ആൾക്കാരുണ്ട്. അതെ, അവരാണ് ചെയ്തത് തീർച്ചയായും. അവിടെ വെച്ച് പ്രിൻസിപ്പാൾ ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. പ്രിൻസിപ്പാളും ഒരു അധ്യാപകനും, താങ്കളാണെന്ന് എനിക്കറിയില്ല, പുറത്തേക്ക് വരുന്നു. അപ്പോ ഒരു കൂട്ടം ആളുകൾ അങ്ങോട്ട് ഇരച്ചു കയറുന്നു. താങ്കളാണ്. അപ്പൊ നിങ്ങൾ 2 പേരെ ആക്രമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് അവിടെ സംഭവിച്ചത്. അതെ, സത്യത്തിൽ ഞാൻ പുറത്തായിരുന്നു. പ്രിൻസിപ്പൽ അകത്തുനിന്ന് സീറ്റിൽ നിന്ന് പുറത്തേക്ക് വരികയായിരുന്നു. ആ സമയത്താണ് അപ്രതീക്ഷിതമായിട്ടുള്ള ഈ ആക്രമണം ഉണ്ടായത്. ആ സമയത്ത് ഞാൻ തൊട്ട പിന്നാലായിരുന്നു. ആദ്യത്തെ അടി പ്രിൻസിപ്പൾക്ക് നേരെ കൊടുത്തപ്പോൾ സമയത്ത് എനിക്കൊരു കാര്യം തീരുമാനിച്ചു, ഈ സംഭവം തുടർന്നു പോയാൽ ശരിയില്ല. ഞാൻ കയറി ആ കുട്ടിയുടെ കഴുത്തിലെ കോളർ പിടിച്ച് അവിടെ സ്റ്റോപ്പ് ചെയ്തു. അവരെ ഭാഗ്യവശാലും എന്നെ ആരും അടിച്ചിട്ടില്ല. ഇനിയൊരു അടി പ്രിൻസിപ്പൾക്ക് കൊള്ളരുത്, അത് രക്ഷപ്പെടുത്തേണ്ട എൻ്റെ ഒരു ഉത്തരവാദിത്വം. കാരണം വേറെ കോളേജിൽ ജെൻസായിട്ട് വേറെ ഒരാൾ മാത്രമേ ഉള്ളൂ, ബാക്കി 27 സ്റ്റാഫും ലേഡീസാണ്. അപ്പോൾ ഭാഗ്യവശാലും അത് ഒരു 20 സെക്കൻഡുകൾ മാത്രമേ നീണ്ടു നിന്നിട്ടുള്ളൂ. അവിടുത്തെ ഞങ്ങളുടെ കോളേജിലെ കുട്ടികൾ തന്നെയും അവരെ പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്നത്. അത് ശാരീരികമായ മർദ്ദനത്തിനപ്പുറത്ത് നമ്മുടെ പ്രിൻസിപ്പളുടെ പറഞ്ഞോളൂ. ശാരീരിക മർദ്ദനത്തിനപ്പുറത്ത് അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള പവിത്രമായ ആ ബന്ധം തകരുന്നൊരു നിമിഷമായിരുന്നത്. അതാണ് ഞങ്ങൾ ഏറ്റവും വേദനിച്ചത്. തീർച്ചയായും അതിനുശേഷം ശ്രീ KP രമേശൻ പുറത്തേക്ക് പോകുമ്പോൾ, അതായത് ഈ പ്രിൻസിപ്പളിന് മർദ്ദനമേറ്റു, ആശുപത്രിയിലേക്ക് പോകുമ്പോൾ ഗേറ്റിന്റെ അരികിൽ വെച്ച് വീണ്ടും ഒരു പ്രശ്നം ഉണ്ടായതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിൽ താങ്കളെ തന്നെ ഉപദ്രവിച്ചു എന്ന് കേട്ടു. ശരിയാണോ? ശരിയാണ്, 100% ശരിയാണ്. കാരണം പ്രിൻസിപ്പളെ സഹായിക്കാൻ ഞാൻ മാത്രമേ കൂടെയുള്ളൂ പ്രിൻസിപ്പളെ സഹായിക്കാൻ.
അപ്പോൾ അദ്ദേഹത്തിന് ഉടനെ ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ഉത്തരവാദിത്തമാണ്. അങ്ങനെ ഗേറ്റിലെടുത്ത് എത്തുന്ന സമയത്ത് ഒരാൾ, എനിക്ക് പരിചയമുണ്ട ആളെ, എൻ്റെ വയറിന് ശരിക്കും ലോക്ക് ചെയ്തു, എൻ്റെ ശരീരം ലോക്ക് ചെയ്ത് എന്നെ പ്രകോപിപ്പിക്കുകയായിരുന്നു ഉദ്ദേശം. എനിക്ക് മനസ്സിലായി. ഒരു പക്ഷേ എന്നെ കൊണ്ട് പ്രതികരിപ്പിച്ച് വല്ല ഒരു സംഘർഷത്തിലേക്ക് പോയാണെങ്കിൽ അവർക്ക് ക്യാമറയ്ക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഉദ്ദേശിച്ചായിരിക്കാം. എനിക്ക് പെട്ടെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് ഞാൻ അവൻ്റെ ഇഷ്ടപ്രകാരം പിന്നോട്ട് മാറി. ഒരു 15ഓളം അടി ഞാൻ പിന്നോട്ട് എൻ്റെ ശരീരം അവന് വേണ്ടി ഇതൊക്കെ അവിടുത്തെ SFI പ്രവർത്തകരാണോ? ഈ കോളേജിലെ SFIക്കാരാണോ അതോ പുറത്തുനിന്നുള്ള SFIക്കാരോ? പരിചയമുള്ള ആൾക്കാരാണോ? ഇല്ലേ, കോളേജിലല്ല, പുറത്തുനിന്ന് വന്ന, എനിക്ക് പരിചയമില്ല, പുറത്തുനിന്ന് വന്ന ഒരു SFIയുടെ പ്രവർത്തകനായിരിക്കണം എന്നെ തള്ളിയത്. തൊട്ടടുത്ത് പോലീസ് വണ്ടി ഉണ്ടായിരുന്നു. പോലീസ് വണ്ടിയുടെ മുമ്പ് വരെ എത്തി. അപ്പോൾ ഞാൻ ആളെ ശരീരത്തിൽ കുതിരി മാറി പ്രിൻസിപ്പളെയും കൊണ്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോവുകയായിരുന്നു. ഈ പറഞ്ഞ CCTV ദൃശ്യങ്ങളെല്ലാം പോലീസിന്റെ കയ്യിൽ ഉണ്ടല്ലോ അല്ലേ? കാരണം SFIക്ക് പരാതിയുണ്ട്, അതായത് പ്രിൻസിപ്പൾ മർദ്ദിച്ചു എന്ന് പറഞ്ഞ്. അപ്പോൾ ആ വിഷയവും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അവിടെ ഞാൻ മനസ്സിലാക്കുന്നത് CCTVയിലെല്ലാം പതിഞ്ഞിട്ടുണ്ട് എന്നാണ്. തീർച്ചയായും ഉള്ളിൽ നടന്ന കാര്യങ്ങളെല്ലാം CCTV നടന്നിട്ടുണ്ട്. പുറത്തേക്ക് ഉള്ള ഈ സീനൊന്നും ആ CCTV പതിയാൻ സാധ്യതയില്ല. ഉള്ളിൽ നടന്ന ആ അടിയുടെ സീന്, പ്രധാനപ്പെട്ട സീന് CCTVയിലുണ്ട്. അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം മാത്രമേ ഉള്ളൂ. തീർച്ചയായും. ഇപ്പോൾ നമുക്ക് എന്തായാലും ആ ദൃശ്യങ്ങൾ കാണാമല്ലോ. പക്ഷേ അഫ്സൽ, താങ്കളുടെ സംഘടനയുടെ പ്രവർത്തകർ ഒരു കോളേജ് ക്യാമ്പസിനകത്ത്, ഒരു പ്രിൻസിപ്പളിൻ്റെ ഓഫീസിനകത്ത് കാണിച്ചു കൂട്ടിയ കാര്യങ്ങളുടെ ദൃശ്യങ്ങളാണ് ഈ സ്ക്രീനിൽ കാണുന്നത്. ഇപ്പോൾ പ്രിൻസിപ്പൾ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് 50 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. ഇപ്പോൾ നമ്മളോട് സംസാരിക്കുന്ന ഈ KP രമേശന് എനിക്ക് തോന്നുന്നു 55 വയസ്സിന് മുകളിൽ പ്രായമുണ്ട്. 2 പ്രായമായ അധ്യാപകരായിട്ടുള്ള ആളുകളാണ്, പ്രിൻസിപ്പളും സ്റ്റാഫ് അഡ്വൈസറുമാണ്. 2 അധ്യാപകരെ വിദ്യാർത്ഥികളെന്ന് പറയുന്ന ആളുകൾ, അതും ആ കോളേജിൽ പഠിക്കുന്ന ആളുകളുമല്ല, കയറി ഇതുമാതിരി തല്ലുകയാണ്. എന്തൊരു പേക്കൂത്താണ്! നാണമാവുന്നില്ലേ അഫ്സല ഇത് കണ്ടിട്ട്? തീർത്തും ഏകപക്ഷീയമായൊരു ചർച്ച വെച്ച് ആ ചർച്ചയുടെ അജണ്ടയും ടൈറ്റിലും എല്ലാം നേരത്തെ തീരുമാനിച്ച് അതിനനുസരിച്ച് ഒരു അവതരണം നടത്തിയിട്ടാണ് മാതൃഭൂമി ന്യൂസിൻ്റെ ചർച്ച മുന്നോട്ട് പോകുന്നത് തന്നെ. ഇവിടെ കഴിഞ്ഞ 2 ദിവസമായി ഇപ്പോൾ നിങ്ങൾ ചർച്ചക്കെടുക്കുന്ന 2 വിഷയങ്ങളടക്കമുള്ള കാര്യങ്ങളിൽ SFIക്ക് പറയാനുള്ളത് കേൾക്കാനോ, SFI മാധ്യമങ്ങളെ വിളിച്ചു പറഞ്ഞ് പത്രസമ്മേളനം നടത്തി പറഞ്ഞ കാര്യങ്ങൾ അതൊന്നും ടെലികാസ്റ്റ് ചെയ്യാൻ തയ്യാറാകാത്ത ചാനലാണ് മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾ. എവിടെയാണ് ഏകപക്ഷീയത? വയോധികരായ 2 അധ്യാപകരെ ക്ലാസ്സിൽ കയറി, ഓഫീസിൽ കയറി തല്ലിയിട്ട്, പിന്നെ അതിനകത്ത് 2 പക്ഷം, എന്ത് 2 പക്ഷമാണ് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പോ അധ്യാപകൻ നിങ്ങളെ തല്ലി എന്നുള്ളതാണല്ലോ, നിങ്ങളുടെ ഒരു നേതാവിനെ അധ്യാപകൻ തല്ലി എന്നുള്ളതാണല്ലോ പ്രശ്നം. ഇനി അധ്യാപകൻ തല്ലി എന്ന് വെച്ചോളൂ, ഞാൻ ആ വാദത്തെ തള്ളുന്നില്ല, തല്ലി എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടന ഇങ്ങനെ പ്രതികരിക്കുമോ? ശ്രീ അഭിലാഷ്, ഞാനൊന്ന് പറഞ്ഞു തുടങ്ങിയതും ഒന്ന് പറയാൻ അനുവദിക്കൂ. ഇവിടെ ഈ KP രമേശൻ എന്ന് പറയുന്ന അധ്യാപകൻ, ബഹുമാന്യ അധ്യാപകൻ വന്നിരിക്കുന്നുണ്ട്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ഗുരുദേവ കോളേജിലെ പ്രിൻസിപ്പാൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുണ്ട്. ഇദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ KP രമേശനെ ആ ക്യാമ്പസിൻ്റെ സ്റ്റാഫ് സെക്രട്ടറിയായി മാത്രമല്ല അവതരിപ്പിക്കേണ്ടത്, BJPയുടെ പ്രതിനിധിയായിട്ട് കൂടെ അവതരിപ്പിക്കണം. കാരണം BJPയുടെ പയ്യോളി നഗരസഭയിലേക്കുള്ള 16-ാം വാർഡ് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബഹുമാനായ വ്യക്തിയാണ് ശ്രീ KP രമേശൻ. അപ്പോൾ അദ്ദേഹത്തിന് SFIയോടുള്ള സമീപനം എന്താവും എന്നുള്ള കാര്യം വളരെ കൃത്യമായി എൻ്റെ ശബ്ദം കേൾക്കുന്ന, എന്നെ കാണുന്ന മനുഷ്യന്മാർക്ക് മനസ്സിലാക്കാൻ പറ്റും. ഗുരുദേവ കോളേജ് ശ്രീ അഭിലാഷ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ BJPക്കാരായ അധ്യാപകർ, താങ്കളുടെ വാക്ക് ഞാൻ എടുക്കുകയാണ്, BJPക്കാരായ അധ്യാപകർ എന്ന് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ അവര് ഓഫീസിലിരിക്കുമ്പോൾ SFIക്കാർ, പുറത്തു നിന്നെത്തിയ SFIക്കാർ അവരെ കയറി കോളേജിന്റെ ഓഫീസിൽ കയറി തല്ലുവോ? ശ്രീ അഭിലാഷ്, ഒന്നുകിൽ എന്നെ സംസാരിക്കാൻ അനുവദിക്കണം. ചോദ്യമാണ് താങ്കൾ പറയുന്ന കാര്യങ്ങൾക്ക് ഞാൻ ക്ലാരിഫിക്കേഷൻ തേടുകയാണ്. ഞാനിപ്പോ താങ്കൾ വളരെ കൃത്യമായ ഭാഷയിൽ ഉത്തരം പറഞ്ഞാൽ മതി. ഇതാ എന്റെ ചോദ്യം, ഇത്രയേ ഉള്ളൂ, എന്റെ പ്രശ്നം ഇത്രയേ ഉള്ളൂ. CCTVയിൽ എല്ലാം വളരെ വ്യക്തമാണ്. SFIയുടെ പ്രവർത്തകർ, അതും ആ കോളേജിലെ വിദ്യാർത്ഥികളല്ല, SFIയുടെ പ്രവർത്തകർ ഒരു കോളേജിന്റെ ഓഫീസിൽ കയറി ആ ഓഫീസിൽ നിന്നിരുന്ന പ്രിൻസിപ്പാളിനെയും സ്റ്റാഫ് അഡ്വൈസറെയും തല്ലിയ ശേഷം അവർ BJPക്കാരാണ്, കൊയിലാണ്ടി നഗരസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട് എന്നുള്ളതല്ല അതിന്റെ ഉത്തരം. നിങ്ങൾ ആ ചെയ്ത കാര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് അഷേംഡെങ്കിലും ആകണം അഫ്സൽ. അതിന് നിങ്ങൾ ലജ്ജിക്കണം, അതിന് പൊതുസമൂഹത്തോട് മാപ്പ് പറയണം. വേണ്ടേ? ഇതുപോലെയാണോ SFI പ്രവർത്തകർ, കോളേജ് വിദ്യാർത്ഥികൾ പെരുമാറേണ്ടത്? ഒരു ഉത്തരവാദപ്പെട്ട വിദ്യാർത്ഥി സംഘടനയല്ലേ SFI? ശ്രീ അഭിലാഷ്, നിങ്ങളിങ്ങനെ വികാരാധീനാവല്ലേ? ഞങ്ങളൊന്ന് പറഞ്ഞോട്ടെ, ഞാൻ SFIയുടെ പക്ഷം പറഞ്ഞോട്ടെ. ഞാൻ തുടക്കത്തിലേ പറഞ്ഞപ്പോൾ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ പക്ഷം, SFIയുടെ പക്ഷം ഇവിടെ പറഞ്ഞോളൂ എന്ന് പറഞ്ഞു.
SFIയുടെ പക്ഷം നിങ്ങൾ ചാനൽ ചർച്ചയിൽ മാത്രമേ കൊടുക്കുള്ളൂ എന്നുള്ള നിർബന്ധം മാതൃഭൂമി ന്യൂസിനുണ്ടോ? എന്തുകൊണ്ടാണ് ഞങ്ങളുടെ പക്ഷം 2 ദിവസമായി ഇന്ന് ഉണ്ടായ ഉൾപ്പെടെയുള്ള സംഭവങ്ങളിൽ നിങ്ങൾ പറയുന്നു നിങ്ങൾ വീണ്ടും തോക്കിൽ കയറി വെടിവെക്കല്ലേ? ഞാൻ പറയുന്നു, ഇവിടെ ഈ ഗുരുദേവ കോളേജിൽ ഇന്നലെയോ മിനിയാന്നോ ആരംഭിച്ച പ്രശ്നങ്ങളല്ല പ്രിൻസിപ്പാളുമായിട്ട് SFIക്കും അവിടുത്തെ വിദ്യാർത്ഥികൾക്കും ഉള്ളത്. ശ്രീ KP രമേശ് എന്ന അധ്യാപകൻ പറയട്ടെ, ഈ കഴിഞ്ഞ കോളേജ് യൂണിയൻ ഇനാഗ്രേഷൻ എന്തിനാണ് അവിടുത്തെ പ്രിൻസിപ്പാൾ അലോങ്കോലമാക്കാൻ വേണ്ടി നോക്കിയത്? അതിന് കാരണം ഗസ എന്നാണ് ആ കോളേജ് യൂണിയന്റെ പേര് എന്നുള്ളത് കൊണ്ടാണ്. അവിടെ വിദ്യാർത്ഥികൾ നിയമവിരുദ്ധമായിട്ടുള്ള കലാപരിപാടി നടത്തുന്നു എന്ന് പറഞ്ഞ് എന്തിനാണ് DYSPക്കും SIക്കും CAക്കും ഈ പ്രിൻസിപ്പാൾ കേസ് കൊടുത്തത്? അവിടുത്തെ അടിസ്ഥാന ആവശ്യങ്ങൾ ഉന്നയിച്ച് സമരം ചെയ്ത വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോലം കത്തിച്ച് പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കെതിരെ ദേശീയ പതാക ഉയർത്തുന്ന കൊടിമരത്തിന് താഴെ കോലം കത്തിച്ചു എന്ന് പറഞ്ഞ് രാജ്യദ്രോഹ കുറ്റം ചുമത്താൻ വേണ്ടി പരാതി കൊടുത്ത വ്യക്തിയാണ് ഈ പറയുന്ന പ്രിൻസിപ്പാൾ. ഇവിടെ നേരത്തെ നിങ്ങൾ പറഞ്ഞു അധ്യാപകരെന്ന് പറഞ്ഞു. ഈ പറഞ്ഞ സംഭവത്തെയും നേരത്തെ ഓഫീസ് മുറിയിൽ കയറി ഉണ്ടായ അക്രമത്തെ ഞങ്ങളിൽ ഒരാൾക്ക് ചെവിക്കടിയേറ്റ് അദ്ദേഹത്തിന്റെ കർണപടം പൊട്ടിയെങ്കിലും അങ്ങനെ അധ്യാപകരുടെ ജോലിയാണ് അവർ ചെയ്യുന്നത് എന്നുള്ള കാരണത്താൽ അത്തരം ഒരു സമീപനത്തിലേക്ക് പോകാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് SFI കാണുന്നത്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിച്ചത്? SFIയുടെ ഏരിയ പ്രസിഡന്റിന്റെ ചെവിയുടെ കർണപടം വെറുതെ പൊട്ടിയതാണോ? അതോ അദ്ദേഹം തന്നെ അടിച്ചു പൊട്ടിച്ചതാണോ? അതോ മറ്റാരെങ്കിലും അടിച്ചു പൊട്ടിച്ചതാണോ? അതിന്റെ വോൺ സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള അതിന്റെ സ്കാൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്, CCTV ദൃശ്യങ്ങളാണ്. ഈ CCTV ആക്സസ് പൂർണ്ണമായും പോലീസിന് കൊടുത്തിട്ടുണ്ട്. പിണറായി വിജയനാണ് ആഭ്യന്തരമന്ത്രി. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഏരിയ സെക്രട്ടറി ആക്രമിക്കപ്പെടുന്നതിന്റെ ദൃശ്യവും വേണമല്ലോ. അതുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നാമത്തെ കാര്യം. ഇനി ഒരു കോളേജിനകത്ത് പ്രിൻസിപ്പാൾ പുറത്തു നിന്നെത്തിയ ഒരാളെ, ഒരു വിദ്യാർത്ഥിയെ തല്ലി എന്ന് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ശരി, നിങ്ങളുടെ വാദം എടുക്കാം, തല്ലി എന്നങ്ങ് വെക്കുക, തല്ലി എന്നങ്ങ് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു വിദ്യാർത്ഥി സംഘടന ഇതുപോലെയാണോ പെരുമാറേണ്ടത്? ഒരു കോളേജിന്റെ പ്രിൻസിപ്പളെയും അവിടുത്തെ സീനിയർ അധ്യാപകനെയും ഈ കാണുന്നത് മാതിരി, നമ്മൾ ഈ ദൃശ്യത്തിൽ കണ്ടത് മാതിരി കയറി ഇതുപോലെ മർദ്ദിക്കുന്നതിന്റെ കാര്യം എന്താണ് അഫ്സൽ ഇങ്ങനെ ന്യായീകരിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ആ കാര്യത്തിൽ ലജ്ജിക്കണം. ഇനി ഇത് കഴിഞ്ഞിട്ടോ ഇങ്ങനെ ഈ പ്രിൻസിപ്പളിനെയും സ്റ്റാഫ് അഡ്വൈസറെയും ഓഫീസ് റൂമിൽ കയറി തല്ലിയതിന് ശേഷം SFIയുടെ ഏരിയ പ്രസിഡന്റ് പ്രസംഗിക്കുന്നത് എന്താ? ഈ അധ്യാപകൻ 2 കാലിൽ ഈ കോളേജിനകത്ത് കയറില്ല എന്ന് ഞങ്ങളാണ് പറയുന്നത്. SFI ഇത് ചെയ്യാനുള്ള കഴിവ് ഈ സംഘടനയ്ക്കുണ്ട് എന്ന്. നോക്കൂ, നിങ്ങൾ പ്രിൻസിപ്പാൾമാർ 2 കാലിൽ കോളേജിൽ കയറില്ല എന്ന് പ്രഖ്യാപിക്കേണ്ട സംഘടനയാണോ അഫ്സൽ? എന്നിട്ട് പ്രസംഗിക്കുകയാണ്, കൊയിലാണ്ടി പോലീസിന് ഞങ്ങളെ നന്നായിട്ട് അറിയാം, പോലീസ് വാൻ മാത്രം മതിയാവില്ല ഞങ്ങളെ തടയാൻ, 2 ആംബുലൻസ് കൂടി വേണം. ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഞങ്ങൾ ചെയ്യാൻ തീരുമാനിച്ചാൽ 2 ആളെയും കൂടി കൊണ്ടുപോകാൻ, ആശുപത്രിയിലാക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് 2 ആംബുലൻസ് കൂടി വേണ്ടി വരുമെന്ന് പബ്ലിക്കായിട്ട് SFIയുടെ ഏരിയ പ്രസിഡന്റ് പ്രഖ്യാപിക്കുകയാണ്. അഫ്സലെ, നിങ്ങളുടെ സംഘടന വിദ്യാർത്ഥി സംഘടന തന്നെയാണല്ലോ അല്ലേ? ഉറപ്പാണല്ലോ അല്ലേ? ഇതുപോലെ നിന്ന് പ്രസംഗിക്കുന്ന നേതാക്കൾ എങ്ങനെയാണ് അഫ്സലെ ഒരു വിദ്യാർത്ഥി സംഘടനയ്ക്ക് ഉണ്ടാവുക? ശ്രീ അഭിലാഷ്, താങ്കളുടെ കഴിഞ്ഞെങ്കിൽ ഞാൻ തുടരാം. ഞാൻ പറഞ്ഞോളൂ. അത് എന്നെ പറയാനോ ഇല്ലല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞു കാര്യം. നിങ്ങളിപ്പോൾ പ്രസംഗിച്ച കാര്യത്തിനുള്ളത് ഞാൻ നേരത്തെ മറുപടി പറഞ്ഞതാണ്. SFIയുടെ ഏരിയ പ്രസിഡന്റ് അവിടെ ഉണ്ടായ വിഷയം എന്താ? ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം. ഒരു ക്യാമ്പസിന്റെ അഡ്മിഷൻ നടക്കുന്ന സമയത്ത് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം വിദ്യാർത്ഥി സംഘങ്ങൾ നടത്തുന്ന SFI ആവട്ടെ, KSE ആവട്ടെ, MSF ആവട്ടെ, മറ്റേത് വിദ്യാർത്ഥി സംഘടനയായിട്ട് നടത്തുന്ന ആദ്യത്തെ അനുഭവമാണോ? ആദ്യത്തെ കോളേജാണോ ഗുരുദേവ കോളേജ്? ആ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനത്തിൽ നടത്താൻ അനുവദിക്കില്ല എന്ന് ആ ക്യാമ്പസിലെ പ്രിൻസിപ്പാൾ പറഞ്ഞപ്പോൾ ആ ക്യാമ്പസിലെ SFI പ്രവർത്തകർ അവരുടെ ലീഡർഷിപ്പായ SFI ഏരിയ കമ്മിറ്റിയെ ബന്ധപ്പെടുകയും അവിടുത്തെ ഏരിയ പ്രസിഡന്റ് ക്യാമ്പസിലേക്ക് വരികയും ചെയ്യുകയാണ്. ആ ക്യാമ്പസിലേക്ക് SFIയുടെ ഏരിയ പ്രസിഡന്റ് വന്ന ഉടനെ തന്നെ SFI ഗുണ്ടകൾക്കൊന്നും ഇവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞ് ചെകിടത്തിട്ട് അടിക്കുകയാണ്. ഈ പറയുന്ന ആൾ അധ്യാപകനാണല്ലോ, അധ്യാപകൻ പ്രിൻസിപ്പാളാണല്ലോ. പ്രിൻസിപ്പാൾക്ക് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു വിദ്യാർത്ഥി നേതാവിന്റെ കർണപടം പൊട്ടുന്ന രീതിയിൽ അടിക്കാനുള്ള അധികാരം ഏത് നിയമവ്യവസ്ഥ നൽകുന്നത്? ഞങ്ങൾ പറയുന്നു, ഈ പറഞ്ഞ ഈ സഖാവ് അഭിനവിന്റെ ചെവിയുടെ കർണപടം പൊട്ടിയെങ്കിലും സഖാവ് അവിടെ കുറച്ച് നിമിഷത്തേക്ക് ഞാൻ വിഷ്വൽ അയച്ചു തരാം. മാതൃഭൂമി ന്യൂസിന് SFIയുടെ ഏരിയ പ്രസിഡന്റിന്റെ ചെവിക്കടി കിട്ടി, ചെവി പൊത്തി അദ്ദേഹം കസേരയിലേക്ക് വീഴുന്നതിന്റെ ദൃശ്യം ആരും കൊടുക്കാത്തത് കൊണ്ടല്ല.
ഇനി ശ്രീ അഭിലാഷ് നിങ്ങളുടെ ഡെസ്കിലേക്ക് നിങ്ങളുടെ മാതൃഭൂമി ന്യൂസിന്റെ റിപ്പോർട്ടർമാർ അത് എത്തിക്കാത്തതാണ് എനിക്കറിയില്ല. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ശ്രീ അഭിലാഷിന് അത് അയച്ചു തരാം. നിങ്ങൾ അത് ടെലികാസ്റ്റ് ചെയ്യൂ, ഇവിടെ കാണിക്കൂ, പ്രദർശിപ്പിക്കൂ. ഞാനിപ്പോ അയച്ചു തരാം. പ്രിൻസിപ്പാൾ ഏരിയ പ്രസിഡന്റിനെയോ സെക്രട്ടറിയോ ഒക്കെ അടിക്കുന്ന ദൃശ്യങ്ങൾ അയച്ചു തരൂ. ഓക്കെ, ഞാൻ അത് കാണിക്കാം. അപ്പോ അത് ഇതുവരെ ഈ നിമിഷം വരെ അത് കൊടുക്കാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല. ഇതുവരെ അങ്ങനെ ഒരു ദൃശ്യം എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. പ്രിൻസിപ്പാൾ അടിക്കുന്ന ദൃശ്യം ഉണ്ടെങ്കിൽ മൗലികമായ അതോറിറ്റി എന്ന് പറയുന്നത് പ്രിൻസിപ്പാളാണ്. ഇപ്പോ ഈ വിദ്യാർത്ഥി സംഘടനയുടെ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത് നിയമവിധേയമായ സംവിധാനമൊന്നുമല്ല. ഇവിടെ ഹെൽപ്പ് ഡെസ്ക് വേണ്ട എന്ന് പ്രിൻസിപ്പാൾ തീരുമാനിച്ചാൽ വിദ്യാർത്ഥികൾ അത് അനുസരിക്കുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ ചെയ്യേണ്ട കാര്യം. അത് അവിടെ ഉണ്ടാവുന്നില്ല. പിന്നെ എന്തിന് ഹെൽപ്പ് ഡെസ്ക് എന്നുള്ള ചോദ്യമുണ്ട്. ഇവിടെ 4 വർഷ ബിരുദം ആദ്യമായി തുടങ്ങുന്ന ദിവസത്തിൽ SFI വിദ്യാർത്ഥികൾക്ക് അവിടെ എന്ത് കോമ്പറ്റൻസ് ആണുള്ളത്? വരുന്ന വിദ്യാർത്ഥികളെയും അവരുടെ രക്ഷിതാക്കളെയും സഹായിക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. അത് വ്യക്തമാണ്. നിങ്ങളുടെ ഈ പറഞ്ഞ ഹെൽപ്പ് ഡെസ്കിൽ ഇരുന്ന വിദ്യാർത്ഥികളോട് എന്താണ് ഇതിന്റെ ബേസിക് ക്രൈറ്റീരിയ, ഈ കോഴ്സിന് പ്രവേശനം നേടാനുള്ള ബേസിക് ക്രൈറ്റീരിയ എന്താണെന്ന് ചോദിച്ചാൽ പോലും അവർ മുകളിലോട്ട് നോക്കും. ഒന്നുമല്ല, വരുന്ന വിദ്യാർത്ഥികളുടെ ഫോൺ നമ്പറും അഡ്രസ്സും വാങ്ങിക്കാനുള്ള 3 പേര് ഇരുന്നുകൊണ്ടുള്ള ഒരു സംവിധാനം, ഒരു ചടങ്ങ്, അത്രേ ഉള്ളൂ. അത് ഇവിടെ വേണ്ട എന്ന് പ്രിൻസിപ്പാൾ തീരുമാനിച്ചാൽ വേണ്ട എന്ന് അനുസരിക്കുകയേ വിദ്യാർത്ഥികൾക്ക് നിർവാഹമുള്ളൂ. അല്ലാതെ പുറത്ത് നിന്ന് ഏരിയ പ്രസിഡന്റിനെ കൂട്ടി വന്ന് പ്രിൻസിപ്പാളിനെ തല്ലല്ല അതിന്റെ പ്രതിവിധി. ഇവിടെ ഞാൻ ചോദിക്കുന്ന ചോദ്യം, എന്റെ മൗലികമായ പ്രശ്നത്തിന് അഫ്സൽ ഉത്തരം പറഞ്ഞതിന് ശേഷം ഞാൻ മറ്റ് അതിഥികളിലേക്ക് പോകും. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. അവിടെ ഇനി എന്തു തന്നെ പ്രിൻസിപ്പാളിന്റെ ഭാഗത്ത് നിന്ന് ഹെൽപ്പ് ഡെസ്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കാം, നിങ്ങളുമായി മുമ്പേ അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടായിരുന്നിരിക്കാം, നിങ്ങളുടെ കലോത്സവത്തിന്റെ പേരിൽ വിമർശനം ഉണ്ടായിരുന്നിരിക്കാം, നിങ്ങളും പ്രിൻസിപ്പാളിന്റെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഒരു കോളേജിന്റെ ഓഫീസിനകത്ത് കയറി പ്രിൻസിപ്പാളിനെയും സ്റ്റാഫ് അഡ്വൈസറെയും SFIയുടെ ഏരിയ ഭാരവാഹികൾ മർദ്ദിച്ചതിലും ആ മർദ്ദിച്ചതിന് ശേഷം ഞങ്ങള് ആംബുലൻസിൽ ആശുപത്രിയിൽ അയക്കും, 2 കാലും കുത്തി ഈ ക്യാമ്പസിനകത്ത് കയറില്ല പ്രിൻസിപ്പാൾ എന്ന SFIയുടെ ഏരിയ നേതൃത്വം പ്രഖ്യാപിച്ചതിലും കേരളത്തിന്റെ പൊതുസമൂഹത്തോട് ഖേദം പ്രകടിപ്പിക്കാൻ SFIയുടെ സംസ്ഥാനത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവ് എന്നുള്ള നിലയിൽ അഫ്സൽ തയ്യാറാവുന്നുണ്ടോ ഇല്ലയോ എന്നാണ് എനിക്കിപ്പോ അറിയേണ്ടത്. അല്ല, ഖേദം പ്രകടിപ്പിക്കാനൊന്നും SFIക്ക് തൽക്കാലം ഒരുക്കല്ല. പക്ഷേ SFIയുടെ ഏരിയ പ്രസിഡന്റിന്റെ ചെവിയുടെ കർണപടം പൊട്ടിയിട്ടും ആ ക്യാമ്പസിനകത്ത് ഓഫീസിനകത്ത് കയറി SFIക്കെതിരെ ചർച്ച ഉണ്ടാക്കുന്ന കാലത്ത് അങ്ങനെ SFIക്ക് ചർച്ച ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിൽ അധ്യാപകരോട് മോശമായി പെരുമാറി എന്ന തരത്തിൽ മാതൃഭൂമി ഉൾപ്പെടെയുള്ള ചാനലുകൾ പ്രചരിപ്പിക്കുമെന്ന് അറിഞ്ഞിട്ടും അത്തരം ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ വേണ്ടി പാടില്ലായിരുന്നു എന്ന് തന്നെയാണ് SFI കണ്ടുപോകുന്നത്. ഇപ്പൊ നിങ്ങൾ ഒരു കോളേജിന്റെ ഓഫീസിനകത്ത് കയറി SFIയുടെ ഏരിയ ഭാരവാഹികൾ പ്രിൻസിപ്പാളിനെ തല്ലുന്നത് നമ്മൾ കണ്ടു, എല്ലാവരും കണ്ടു, ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നു. ഒരു വിദ്യാർത്ഥിയെ ഒരു അധ്യാപകൻ 19 വയസ്സുള്ള അധ്യാപകൻ തല്ലി എന്നുള്ള നിങ്ങളുടെ വാദം ഞാൻ എടുക്കാം അഫ്സലെ. അങ്ങനെ ചെയ്താൽ പോലും എങ്ങനെയാണ് ഓഫീസിനകത്ത് വിദ്യാർത്ഥിയുടെ ചെവിയുടെ കർണപടം അടിച്ചാലും അവന്റെ തല അല്ലി പൊളിച്ചാലും അവനെ കൊന്നു കളഞ്ഞാലും പ്രതികരിക്കണ്ട എന്നാണ് ശ്രീ അഭിലാഷ് പറയുന്നത്. മനസ്സിലാക്കുന്നത് ശരി, വിദ്യാർത്ഥിയുടെ കർണപടം പ്രിൻസിപ്പാൾ അടിച്ചു പൊട്ടിച്ചാൽ അധ്യാപകൻ നടത്തിയ ഹൂളിഗാനിസം അല്ല, ക്യാമ്പസിനകത്ത് കയറി അധ്യാപകനെ തല്ലുന്നതാണോ പ്രതികരണം? തല്ലുകൊണ്ട് അധ്യാപകനെ ആശുപത്രിയിൽ സമ്മതിക്കാൻ പ്രതികരണം? ഇയാളുടെ 2 കാലും തല്ലി ഓടിക്കും, 2 കാലിൽ ഇയാൾ ഇനി കോളേജിൽ വരില്ല എന്ന് പറയുന്നതാണോ പ്രതികരണം? അതാണോ പ്രതികരണം? ശരി, വിദ്യാർത്ഥിയെ അധ്യാപകൻ മർദ്ദിച്ചാൽ അതിന്റെ പ്രതികരണം SFI നടത്തേണ്ടത് ആംബുലൻസ് വേണ്ടിവരും, 2 ആംബുലൻസ് എന്ന് പ്രഖ്യാപിക്കുന്നതാണോ പ്രതികരണം? ഇതാണോ SFIയുടെ പ്രതികരണം? ഇതാണോ SFIയുടെ സംസ്കാരം? ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ നിയമം നടപ്പാക്കാനുള്ള സംവിധാനമാണെങ്കിൽ ഇവിടെ കേരളത്തിൽ പോലീസോ നിയമ നീതിന്യായ സംവിധാനം ഒന്നും വേണ്ടല്ലോ, SFI മതിയല്ലോ, ഞങ്ങൾ ഭരിക്കാൻ ക്യാമ്പസുകളെ. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ അഫ്സലിനോട് ചോദിച്ചത് SFIക്ക് ഖേദമുണ്ടോന്ന്. SFIക്ക് ഖേദമില്ലല്ലോ. നമ്മൾ ഈ കണ്ട കാര്യത്തിൽ ഒരു കോളേജിന്റെ ഓഫീസിനകത്ത് കയറി പ്രിൻസിപ്പാളിനെയും സ്റ്റാഫ് അഡ്വൈസറെയും തല്ലിയ കാര്യത്തിലും അവരെ ഇനിയും തല്ലും, കാലുവെട്ടും, 2 കാല് കുത്തി ഇതിനകത്ത് കയറ്റില്ല എന്നൊക്കെ പറഞ്ഞതിനും ഖേദമില്ലല്ലോ. ഖേദമുണ്ടോ അഫ്സലെ? ഖേദമില്ലല്ലോ.
ശ്രീ അഭിലാഷ്, ഇതിപ്പോ എന്റെ അവസരത്തിൽ കൂടുതൽ സംസാരിക്കുന്നത് താങ്കളാണ്. രാഷ്ട്രീയം പറയാൻ എനിക്ക് അവസരം തരണം. നിങ്ങൾ ഇങ്ങനെ പ്രസംഗം നടത്തിയോണ്ട് ഇത് ചർച്ച മുന്നോട്ട് പോവില്ല. ഇവിടെ ഞാൻ വളരെ കൃത്യമായി കാര്യം പറഞ്ഞു. ഇവിടെ ജിഷ്ണു പ്രണോയിമാരുണ്ടായ ഒരു സംസ്ഥാനം ഒരു 4-5 വർഷക്കാലം മുമ്പ്, കുറച്ച് വർഷക്കാലം മുമ്പ് ഇതേ അഭിലാഷ് മറ്റൊരു ചാനലിരുന്ന് ജിഷ്ണു പ്രണോയ്ക്ക് വേണ്ടി വാദിച്ചിരുന്നു. അന്ന് അധ്യാപകരും മാനേജ്മെന്റും ഇടിമുറിയിട്ട് കൊന്ന, അടിച്ച് ആത്മഹത്യ ചെയ്യിപ്പിച്ച ജിഷ്ണു പ്രണോയ്ക്ക് വേണ്ടി വാത്തോരാദർശി അഭിലാഷ് സംസാരിക്കുന്നത് എന്ന് വളരെ കൃത്യമാണ്. നീതിക്ക് വേണ്ടി ഏത് സന്ദർഭത്തിലും എവിടെയും ബാധിക്കും. വിദ്യാർത്ഥികളുടെ ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജ് നടത്തി ആ കോളേജിന്റെ ഇടിമുറിയിലിട്ട് ഒരു എക്സ് മിലിറ്ററിക്കാരനായ നല്ല ശാരീരിക പവറുള്ള ഒരു അധ്യാപകൻ, ഒരു പ്രിൻസിപ്പാള് ഒരു വിദ്യാർത്ഥിയുടെ ചെവിയുടെ കർണപടം അടിച്ചു പൊട്ടിച്ചാലും ശ്രീ അഭിലാഷിന് പ്രശ്നമുണ്ടായിരിക്കാൻ കാരണം നിങ്ങളുടെ ചാനലിന് മൂലധന താല്പര്യമാണ്. പിന്നെ നിങ്ങൾ ഒരു അധ്യാപകനെ, ഒരു പ്രിൻസിപ്പാളിനെ മർദ്ദിച്ചിട്ട് ഈ മാതിരി പേക്കൂത്തൊക്കെ കാണിച്ചിട്ട് ഇതൊന്നും പോരാഞ്ഞിട്ട് വീണ്ടും കൊലവിളി മുഴക്കിയിട്ട് മൂലധന താല്പര്യത്തിന്റെ കാര്യം പറഞ്ഞാൽ മതി. എന്റെ അഫ്സൽ, ഇത് കേൾക്കുന്ന ആളുകൾക്ക് ഒരു സാമാന്യ ബോധം ഉണ്ട് എന്നെങ്കിലും SFIയുടെ നേതാക്കൾ ദയവേത് വിചാരിക്കണം. കേരളത്തിലെ ജനങ്ങളെ നിങ്ങൾ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ? കേരളത്തിലെ ജനങ്ങളെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ? ചെയ്ത കാര്യം തെറ്റായി പോയി. ജനങ്ങൾ കാണുന്നുണ്ട്. നിങ്ങളുടെ ഇതിന്റെ പ്രശ്നം എന്താ അറിയോ അഫ്സലെ? ഇനി നാളെ ഏത് കോളേജിന്റെ ഓഫീസിലും കയറി അവിടുത്തെ SFIക്കാർ ഇതുപോലെ ചെയ്താലും ന്യായീകരിക്കാനും സംരക്ഷിക്കാനും ആളുണ്ടെന്ന് വന്നാൽ നോക്കൂ, ഈ കുട്ടിക്കൂട്ടങ്ങളെ ഇങ്ങനെ അഴിച്ചുവിടുന്ന അവസ്ഥയാവും. തിരുത്തേണ്ടത് നിങ്ങളാണ് അഫ്സലെ. തിരുത്താനുള്ള അവസരമുണ്ട് നിങ്ങൾക്ക്. ഇനിയും വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. ഞാൻ അതിലൊന്നും പറയില്ല. വേണോ വേണ്ടയോ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ്. അഫ്സല് അയച്ചു തന്ന വിഷ്വൽ എന്റെ കയ്യിലുണ്ട്. ഞാൻ അത് അല്പസമയത്തിനകം കാണിക്കാം. ഓക്കെ, മറ്റ് അതിഥികളിലേക്ക് കൂടി പോയതിനു ശേഷം ഞാൻ അങ്ങയിലേക്ക് വരാം. ഇവിടെ ശ്രീ അലോഷ്യസ്, ഇപ്പോൾ KSUവിനെ സംബന്ധിച്ച് KSUവിൻ്റെതായ പരാതിയുണ്ട്. കാര്യവട്ടം ക്യാമ്പസിൽ വെച്ച് നിങ്ങളുടെ പ്രവർത്തകന് മർദ്ദനമേറ്റു എന്നുള്ളതാണ് പരാതി. അവിടെ കൊയിലാണ്ടിയിൽ പ്രിൻസിപ്പാളിനും കോളേജ് മാനേജ്മെന്റിനുമാണ് പ്രശ്നം. എന്താണ് നിങ്ങളുടെ പ്രശ്നം? കേൾക്കട്ടെ. ശ്രീ അഭിലാഷ്, ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എനിക്ക് മുൻപേ സംസാരിച്ച അഫ്സലിന്റെ സംസാരം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും SFI എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയല്ല, മറിച്ച് ഒരു കൊട്ടേഷൻ സംഘടനയാണെന്ന് നിരന്തരം അവർ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി കോളേജിലെ വിഷയമായിക്കൊള്ളട്ടെ, അതിനുശേഷം ഇന്നലെ ഈ പറയുന്ന കാര്യവട്ടം ക്യാമ്പസിലുണ്ടായ വിഷയമായിക്കോട്ടെ, ഇതെല്ലാം ഓരോ വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതിനെ ന്യായീകരിക്കുന്ന സമീപനമാണ് SFIയുടെ നേതൃത്വത്തിൽ നിന്നുണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നിരന്തരം ഇവർക്ക് ഈ വിഷയങ്ങൾ ആവർത്തിക്കപ്പെടാൻ, അവരുടെ വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകൾക്ക് ഇത്തരം എന്ത് കൊള്ളരുതായ്മ ചെയ്താലും എൻ്റെ സംഘടന അതിനെ സംരക്ഷിക്കുമെന്ന വിദ്യാർത്ഥികളുടെ അഹങ്കാരമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. നമ്മൾ കഴിഞ്ഞ 4 മാസക്കാലം മുൻപ് കണ്ടു, അങ്ങ് പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ സിദ്ധാർത്ഥൻ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയെ SFIയുടെ ഇടിമുറിയിലിട്ട് അതിക്രൂരമായിട്ടുള്ള റാഗിങ്ങിനിരയാക്കി 3 ദിവസം ഭക്ഷണവും വെള്ളവും പോലും നൽകാതെ അവസാനം കൊന്ന് കെട്ടിത്തൂക്കിയ സംഘടനയുടെ പേര് SFI എന്നാണ്. എന്നിട്ടും അവരുടെ പ്രവർത്തനങ്ങൾ അവസാനിപ്പിക്കുമെന്ന് നമ്മളെല്ലാം കരുതി. എന്നാൽ ഇതിവർ തുടരെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഞങ്ങൾ നിരന്തരം ഉന്നയിക്കുന്ന ആക്ഷേപം എന്ന് പറയുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ, പ്രത്യേകിച്ച് സർക്കാർ കോളേജുകളിൽ, സർക്കാർ ഹോസ്റ്റലുകളിൽ SFIയുടെ ഇടിമുറികൾ അനൗദ്യോഗികമായി പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തുന്നുണ്ട്. ഇതര സംഘടനാ പ്രവർത്തനം നടത്തുന്ന വിദ്യാർത്ഥികളെ അവിടെ കൊണ്ടുപോയി അതിക്രൂരമായി ആക്രമിക്കുന്നുണ്ട്. ഇവിടെ KSUവിനോ മറ്റ് വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധികൾക്ക് മാത്രമല്ല ആക്രമണം ഇരയാകുന്നത്. ഇവിടെ കഴിഞ്ഞ ദിവസം കൊയിലാണ്ടി കോളേജിലെ വിഷയം കണ്ടല്ലോ. എത്ര ക്രൂരമായ ഒരു അധ്യാപകൻ ഒരു പക്ഷേ SFIയുടെ നേതാവിനെ ആക്രമിച്ചു എന്ന് പറയുന്നു, അഫ്സൽ നിരന്തരം പറയുന്നു. എന്നാൽ അങ്ങനെ ആക്രമിച്ച ഒരു സംഭവം ഉണ്ടെങ്കിൽ അത് ദൗർഭാഗ്യകരമെന്ന് KSU പറയുകയാണ്. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ കയ്യേറ്റം ചെയ്യാനുള്ള ലൈസൻസ് SFIക്ക് ആരാണ് കൊടുത്തത്? ഈ അഫ്സലിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് കേരളത്തിൽ ഇവിടെ ഭരണം നടത്തുന്നത് ആഭ്യന്തര വകുപ്പ് തികഞ്ഞ പരാജയമാണെന്ന് അഫ്സൽ തന്നെയും പിന്നെയും അടിവരയിടുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ നീതി നിർവഹണം നടത്തപ്പെടുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ SFI കയ്യൂക്കിന്റെ രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നു എന്ന് അഫ്സലിന്റെ ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. ഞാനൊരു കാര്യം മാത്രം പറഞ്ഞു വയ്ക്കാൻ സാധിക്കുന്നു. ഇവിടെ കേരളത്തിലെ പറയാൻ ആഗ്രഹിക്കുന്നു, കേരളത്തിലെ ക്യാമ്പസുകളിൽ വലിയ അരാജകത്വമുണ്ട്. SFIയുടെ നേതൃത്വത്തിൽ വലിയ ഇടിമുറികളുണ്ട്, വലിയ മനുഷ്യാവകാശ ലംഘനങ്ങളുണ്ട്. ഈ കാര്യവട്ടം ക്യാമ്പസിൽ സാൻജോസ് എന്ന് പറയുന്ന KSUവിന്റെ പ്രവർത്തകനെ ആക്രമിക്കാൻ ഇരയായ സാഹചര്യം എന്താണ്? അവിടെ SFIക്ക് അപ്രമാദിത്യം
യാഥാർത്ഥ്യമുള്ള ഒരു ക്യാമ്പസിൽ ഇവൻ സംഘടനാ പ്രവർത്തനം നടത്തുന്നു എന്നതിൻ്റെ പേരിൽ 10-40 ഗുണ്ടകൾ അത് നേതൃത്വം കൊടുക്കുന്നത് ആരാണ്? അവിടെ ഉന്നതമായിട്ടുള്ള പദവിയിലിരിക്കുന്ന ഒറ്റപ്പാലം മുൻ MP-യുടെ മകൻ അജിന്തിന്റെ നേതൃത്വത്തിലുള്ള ആളുകൾ ആ ക്യാമ്പസിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി അതിക്രൂരമായിട്ട് ആക്രമിക്കുന്നു, നിലത്തിട്ട് ചവിട്ടുന്നു. അതിനുശേഷം പോലീസിനെ കൂട്ടിയ ക്യാമ്പസിലേക്ക് കടന്നു ചെന്ന് ഞങ്ങൾ ഈ പറയുന്ന സാൻജോസിനെ റിലീസ് ചെയ്യപ്പെടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതേപോലെ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞ് പൂർത്തീകരിക്കുന്നു. ഇത്തരത്തിലുള്ള ചെയ്തികളെല്ലാം ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കുന്ന സമീപനത്തിൽ നിന്ന് SFIയുടെ നേതൃത്വം ഒഴിവാകണം. അവരെ തള്ളിപ്പറയാൻ CPM പാർട്ടി നേതൃത്വം തയ്യാറായില്ലെങ്കിൽ കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉണ്ടാകുന്നത് നിരന്തരം ഗുണ്ടകളും കൊട്ടേഷൻ സംഘം നേതാക്കന്മാരുമാണ് എന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു വയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൊഫസർ ജോർജ്, ഇവിടെ ഇപ്പോൾ ആ ക്യാമ്പസിനകത്ത് സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തതയുണ്ട്. SFI ഒരു ഹെൽപ്പ് ഡെസ്ക് ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നു, അതിന്റെ വിദ്യാർത്ഥികൾ അവിടെ വരുന്നു. അത് അവിടെ വേണ്ടതില്ല എന്ന് പ്രിൻസിപ്പാൾ പറയുന്നു. തുടർന്ന് അവിടെ സംഘർഷം ഉണ്ടാകുന്നു. എന്തായാലും പ്രിൻസിപ്പാളും സ്റ്റാഫ് സെക്രട്ടറിയും ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. നമ്മളത് കണ്ടിട്ടുണ്ട്. ഭീകരമായ നിലയിലുള്ള ഒരു പ്രസംഗവും നമ്മൾ കേട്ട് കഴിഞ്ഞു. താങ്കൾ വളരെ കാലത്ത് എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണല്ലോ. ക്യാമ്പസുകളിൽ ഇങ്ങനെ വിദ്യാർത്ഥി സംഘടനകൾ ഹൂളിഗനിസം കാണിക്കുന്നതിന് എന്താണ് പ്രതിവിധി? ഇത് രാഷ്ട്രീയമാണ്. അഭിലാഷേ, ഇത് വളരെ ആസൂത്രിതമായ ഒരു സംഭവമാണ് കൊയിലാണ്ടി കോളേജിൽ നടന്നത് എന്ന് SFIയുടെ പ്രതിനിധി തന്നെ പറയാതെ പറയുന്നുണ്ട്. കാരണം അദ്ദേഹം പറയുന്നത് ഇന്നലെ മെനിഞ്ഞാന്ന് അല്ലെങ്കിൽ 1-ാം തീയതി നടന്നതായ ഒരു സംഭവം എന്നതിനേക്കാൾ അപ്പുറമായി ഇത് കുറേ നാളുകളായി ആ കോളേജിൽ ഈ തരത്തിലുള്ള ഈ അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ പലതരത്തിലുള്ള ആശയപരമായും അല്ലാതെയുമുള്ള സംഘട്ടനം നടക്കുന്നുവെന്ന് അദ്ദേഹം പറയുന്നു. അതിൻ്റെ കാരണമായി അദ്ദേഹം പറയുന്നത് അവിടുത്തെ പ്രിൻസിപ്പലും സ്റ്റാഫ് സെക്രട്ടറിയും RSSുമായിട്ടോ അല്ലെങ്കിൽ BJPയുമായിട്ടോ ബന്ധമുള്ള ആളുകളാണെന്നാണ് അദ്ദേഹം പറഞ്ഞ് അതിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത്. ഇവിടെ അഭിലാഷ് ചോദിച്ച ഒരു ചോദ്യം, സാധാരണയായി നമ്മുടെ ഈ കോളേജുകളിൽ സംഘർഷം ഉണ്ടാകുന്നത് വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലാണ് എന്നുള്ളതാണ് നമ്മുടെയൊക്കെ അനുഭവത്തിൽ കണ്ടിരിക്കുന്നത്. ഇതൊരു അസാധാരണമായ സാഹചര്യമാണ്. അധ്യാപകരെ കയ്യേറ്റം ചെയ്യുന്ന വിദ്യാർത്ഥികൾ എന്ന് പറയുന്ന ഒരു സാഹചര്യം മറ്റ് കോളേജുകളിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി മാറി നിൽക്കുന്നു എന്ന കാര്യം നാം കാണേണ്ടതായിട്ടുണ്ട്. അവിടെ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? അവിടെ ആ പഠിക്കുന്ന വിദ്യാർത്ഥികളല്ല അവിടെ ഈ പറയുന്ന ഹെൽപ്പ് ഡെസ്ക് തുടങ്ങുന്നതിനെ സംബന്ധിച്ചുള്ള ഒരു വിവാദം ആരംഭിക്കുന്നത്. അഭിലാഷ് പറഞ്ഞല്ലോ എന്താണ് ഈ ഹെൽപ്പ് ഡെസ്കിൻ്റെ പ്രസക്തിയെന്ന്. ഞാൻ നിരന്തരമായി അഡ്മിഷൻ പ്രക്രിയയിൽ കേരളത്തിലെ പല കോളേജുകളിലും പ്രവർത്തിക്കാൻ അവസരം കിട്ടിയ ഒരാളെന്ന രീതിയിൽ യാതൊരു തരത്തിലുള്ള നിയമപരിരക്ഷയും സർക്കാരിൻ്റെ കാര്യത്തിലാകട്ടെ സർവകലാശാലകളുടെ കാര്യത്തിലാകട്ടെ യാതൊരു നിയമപരിരക്ഷയും ഉള്ള ഒരു സംവിധാനമല്ല ഈ ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുന്നത്. എന്താണ് ഈ ഹെൽപ്പ് ഡെസ്കിൽ നടക്കുന്നതെന്നുള്ളവരെ അഭിലാഷ് മനസ്സിലാക്കണം. അവിടെ വരുന്ന കുട്ടികളുടെ പേരും ടെലിഫോൺ നമ്പറും എഴുതി വാങ്ങിക്കുക എന്നതിനപ്പുറമായി യാതൊരു തരത്തിലുള്ള സേവനവും അവിടെ ഈ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാൻ കഴിയുന്നില്ല. അതിനവർ പ്രാപ്തരുമല്ല. ഒരു കാര്യം കൂടെ കാണേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ മുൻകാലങ്ങളിൽ ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിച്ചിരുന്നു എന്ന് പറയുന്നതിൻ്റെ ന്യായീകരണം ഇപ്പോൾ നിലനിൽക്കുന്നില്ല എന്നുള്ളതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. കാരണം ഇപ്പോൾ ഈ 1-ാം വർഷ 4 വർഷ ബിരുദ കോഴ്സിലേക്ക് കുട്ടികൾ വന്ന് പ്രവേശിക്കുന്ന ദിവസം എന്ന് പറയുന്നത് ഈ കുട്ടികൾക്കെല്ലാം കോമൺ അലോട്ട്മെൻറ്റ് പ്രോസസ്സ് വഴി സർവകലാശാലകൾ അഡ്മിഷൻ കൊടുത്ത കുട്ടികളാണ്. അങ്ങനെ വരുമ്പോൾ അവിടെ അഡ്മിഷനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള നടപടിക്രമങ്ങളും അവിടുത്തെ പ്രിൻസിപ്പലിനാകട്ടെ അവിടുത്തെ സ്റ്റാഫിനാകട്ടെ പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. അവർ ആകെ ചെയ്യേണ്ട കാര്യം ഈ കുട്ടികളോട് നിർദ്ദേശിച്ചിരിക്കുന്ന ഈ അഡ്മിഷൻ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്നതായ സർട്ടിഫിക്കറ്റുകൾ കൃത്യമായി ഹാജരാക്കിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ച് അഡ്മിഷൻ കൊടുക്കുക എന്നതിനപ്പുറമായി അവിടെ അധ്യാപകർക്കാകട്ടെ പ്രിൻസിപ്പലിനാകട്ടെ മറ്റ് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതായിട്ടില്ല. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഹെൽപ്പ് ഡെസ്ക് എന്നും പറഞ്ഞ് ഒരെണ്ണം സ്ഥാപിച്ചതിൻ്റെ പിന്നിൽ വളരെ രാഷ്ട്രീയമായിട്ടുള്ള ലക്ഷ്യമാണ് എന്നതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. അത് KSU സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അത് SFI സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കോളേജുകളിൽ നിയമപരമായ സംരക്ഷണമില്ലാത്ത ഒരു സംവിധാനമാണ് ഇതെന്നതിനെക്കുറിച്ച് യാതൊരു തർക്കവുമില്ല. അല്ലെങ്കിൽ ഈ വിദ്യാർത്ഥി സംഘടനകൾ അവകാശപ്പെടട്ടെ, ഞങ്ങൾക്ക് അവിടെ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കാൻ ഞങ്ങളെ സർവകലാശാല നിയമം അനുവദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സർക്കാർ അനുവദിക്കുന്നുണ്ട് എന്നവർ നിയമപരമായി അവർ സ്ഥാപിച്ചെടുക്കട്ടെ. അത് ഇന്ന് വരെ ഒരു കോളേജിലും സ്ഥാപിച്ചെടുത്തിട്ടില്ല. അഭിലാഷ്, ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലല്ല ഈ പറഞ്ഞ ഈ കൊയിലാണ്ടി കോളേജിൽ നടന്നത്.
അധ്യാപകരെ മുൻകൂട്ടി തന്നെ ചാപ്പ കുത്തിയിട്ട് അവർ RSSകാരാണ് BJP ആണെന്ന് പറഞ്ഞുകൊണ്ട് അവരെ ശാരീരികമായി ആക്രമിച്ച് നേരത്തെ അഭിലാഷ് പറഞ്ഞതുപോലെ കൊലവിളി നടത്തത്തക്ക രീതിയിലുള്ള ആസൂത്രണം ഇതിൻ്റെ പിന്നിലുണ്ട്. അവരെ ശക്തിപ്പെടുത്തുന്നതായ ശക്തികൾ പുറത്തുണ്ട്. അത് കണ്ടുപിടിക്കുക എന്നതാണ് അടിയന്തരമായിട്ടുള്ള ഇപ്പോഴത്തെ ആവശ്യം. തീർച്ചയായും. എന്തായാലും ഇവിടെ പറഞ്ഞതുപോലെ ഹെൽപ്പ് ഡെസ്ക് എന്തിന് എന്നൊരു ചോദ്യം ഹെൽപ്പ് ഡെസ്ക് നടത്തുന്ന ആളുകൾക്ക് തന്നെ ഇല്ല. സെൻട്രലൈസ്ഡ് അലോട്ട്മെന്റ് ആണ്. ഏതൊക്കെ രേഖകളാണ് കൊണ്ടുവരേണ്ടതെന്ന് മുൻകൂട്ടി വിദ്യാർത്ഥികളെ അറിയിച്ചിട്ടുണ്ട്. ആ രേഖകളുമായി അവർ അവിടെ പ്രിൻസിപ്പലിന്റെ ഓഫീസിലെത്തുക, ആ ഫയലിൽ ആ രേഖകളൊക്കെ സൂക്ഷിക്കുക തുടങ്ങിയ സാങ്കേതിക നടപടിക്രമങ്ങൾ മാത്രമേ അഡ്മിഷൻ പ്രൊസീജിയറിൽ ബാക്കിയുള്ളൂ എന്നിരിക്കെ അവിടെ രക്ഷിതാക്കളും വിദ്യാർത്ഥികളും അവസാന നിമിഷം അങ്ങോട്ടോ ഇങ്ങോട്ടോ കിടന്ന് ഓടേണ്ട, അഡ്മിഷൻ നഷ്ടപ്പെടുന്ന യാതൊരു സാഹചര്യവും എന്നിരിക്കെ എന്തിനാണ് ഹെൽപ്പ് ഡെസ്ക് എന്നുള്ളത് SFI വിശദീകരിക്കുമായിരിക്കും. എന്തായാലും അവിടെ ഹെൽപ്പ് ഡെസ്ക് നടത്തിയ നേതാക്കളോട് ചോദിച്ചിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അവർക്ക് ഉത്തരവുണ്ടായിരുന്നില്ല. എന്തായാലും അഫ്സൽ നേരത്തെ എനിക്ക് അയച്ചു തന്ന ദൃശ്യങ്ങളിൽ വളരെ നിർണായകമായ വിവരങ്ങൾ ഉണ്ടെന്നാണ് അഫ്സൽ അവകാശപ്പെടുന്നത്. ആ ദൃശ്യങ്ങൾ അഫ്സൽ കൂടി ഒന്ന് കാണാൻ വേണ്ടി. ഇതാണ് ഈ വിഷ്വല്. അഫ്സൽ അയച്ച വിഷ്വല് വളരെ ചെറിയ 3 സെക്കൻഡുള്ള വിഷ്വലാണ്. അതിപ്പോൾ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട്. അവിടെ ഒരു വിദ്യാർത്ഥി, നിങ്ങൾ അടിയേറ്റു എന്ന് പറയുന്ന വിദ്യാർത്ഥി ഏറ്റവും പുറകിലത്തെ സൈഡിൽ ചെവി പൊത്തുന്ന ഒരു ദൃശ്യമുണ്ട്. പക്ഷേ അദ്ദേഹം ഈ പറഞ്ഞ മുമ്പിൽ നിൽക്കുന്ന ആളുകളുടെ സമീപത്തൊന്നുമല്ല, നിങ്ങളുടെ തന്നെ വിദ്യാർത്ഥികളാണ് അദ്ദേഹത്തിന് തൊട്ടടുത്ത് നിൽക്കുന്നത്. അദ്ദേഹത്തിന് എവിടെ നിന്നാണ് മർദ്ദനമേറ്റത് തുടങ്ങിയ യാതൊരു കാര്യങ്ങളും ഈ പറഞ്ഞതുപോലെ പ്രിൻസിപ്പളോ സ്റ്റാഫ് സെക്രട്ടറിയോ ആ കോളേജിൽ ആരെങ്കിലുമോ തല്ലുന്നതായി എന്തായാലും ഈ ദൃശ്യങ്ങളിൽ വെച്ചിട്ട് ഞാൻ അതുകൊണ്ട് ഇതിനെ റദ്ദാക്കി കളയല്ല. ഈ ദൃശ്യങ്ങളിൽ നിന്ന് അത് തെളിയിക്കാൻ കഴിയില്ല. താങ്കൾ അയച്ചു തന്ന വിഷ്വൽസ് ആണ് ഈ കാണിക്കുന്നത്. താങ്കൾ അയച്ചു തന്ന വിഷ്വലാണ് ഈ കാണിക്കുന്നത്. ആ വിഷ്വൽ തന്നെ ആളുകൾക്ക് പരമാവധി വ്യക്തമാകാൻ വേണ്ടി ചെയ്ത് സ്ലോ ഡൗൺ ചെയ്ത് കാണിക്കുകയാണ്. നോക്കൂ, സൂം ചെയ്ത് കാണിക്കൂ. യെസ്, ഇതാണ് എനിക്ക് ശ്രീ KP രമേശൻ. ഞാൻ അതിന്റെ കൂടെ ആ വിദ്യാർത്ഥിയുടെ ചെവിയുടെ കർണപടം പൊട്ടിയതിന്റെ സർട്ടിഫിക്കറ്റും അതുപോലെ സ്കാനിംഗ് ഒക്കെ അയച്ചിരുന്നു. അതുകൂടെ കാണിക്കും നിങ്ങൾ. ശരി, അല്ല അതിപ്പോ ഒരു രേഖയല്ലേ, എന്റെ കയ്യിലുണ്ട്. വൂണ്ട് സർട്ടിഫിക്കറ്റ് താങ്കൾ അയച്ചിട്ടുണ്ട്. വരട്ടെ, ശ്രീ KP രമേശൻ. ഈ തരത്തിൽ പുറത്തു നിന്നുള്ള വിദ്യാർത്ഥികളാവാം എന്നല്ല, ആണ് ഈ ഏരിയ സെക്രട്ടറി അവിടെ പഠിക്കുന്ന ആളല്ലല്ലോ, DR അഭിനവ് അല്ലെ, അദ്ദേഹം അവിടെ പഠിക്കുന്ന ആളല്ല. ഈ യൂണിഫോം ഇടാത്ത കുട്ടികൾ അവിടെ പഠിക്കുന്ന കുട്ടികളല്ല. ഏരിയ പ്രസിഡന്റ് ആ ആളുകളുമായിട്ട് ശരി ഹെൽപ്പ് ഡെസ്ക് വേണ്ട എന്ന് അവിടെ മാനേജ്മെന്റിനും അധ്യാപകർക്കും തീരുമാനിക്കാം, പ്രിൻസിപ്പലിനും തീരുമാനിക്കാം, കുഴപ്പമൊന്നുമില്ല. എന്നിട്ടും അവിടെ വിദ്യാർത്ഥികൾ അഡമന്റായി ഒരു പ്രശ്നം ഉണ്ടാക്കിയ പോലീസിനെ വിളിക്കാം. അതിനപ്പുറത്ത് ഈ വിദ്യാർത്ഥികളുമായി കായികമായ ഒരു എക്സ്ചേഞ്ചിന് എന്തുകൊണ്ടാണ് നിങ്ങൾ മുതിർന്നത്? ശ്രീ KP രമേശൻ അങ്ങയോടാണ് കേൾക്കുന്നില്ല. ചോദ്യം കേട്ടായിരുന്നോ? ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അതായത് ഇപ്പോ ഒരു ദൃശ്യം അയച്ചു തന്നിട്ടുണ്ട്. അതിപ്പോ ഇത് ഇവിടെ കാണിച്ചു. ഒരു ഹെൽപ്പ് ഡെസ്ക് ഇവിടെ ആവശ്യമില്ല എന്ന് പ്രിൻസിപ്പലിന് തീരുമാനിക്കാം. അദ്ദേഹത്തിന് അതിനുള്ള അതോറിറ്റി ഉണ്ട്. അത് ലംഘിച്ചും അവിടെ പുറത്തു നിന്നെത്തിയ ആളുകൾ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലീസിനെ അറിയിക്കുക എന്നുള്ളതാണ് സാധാരണ നിലയിൽ ചെയ്യാവുന്ന ഒരു കാര്യം. അതിനപ്പുറത്ത് ഇവരുമായി കായികമായ ഒരു സംഘർഷത്തിന് ഒരുങ്ങിയത് എന്തിനാണ് എന്നാണ് ഞാൻ ചോദിച്ചത്. ശ്രീ അഭിലാഷ്, പ്രിൻസിപ്പൽ ആ സമയത്ത് കൊയിലാണ്ടി CIയെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പോലീസ് വരാൻ വൈകിയതുകൊണ്ടാണ് ആ ഗ്യാപ്പിലാണ് ഇവർ ഈ സംഭവങ്ങളൊക്കെ അരങ്ങേറ്റം നടത്തിയത്. പിന്നെ അഫ്സലിൻ്റെ ഒരു ചോദ്യത്തിന് ഒറ്റ മറുപടി പറയാം. എനിക്ക് BJP ബന്ധമുണ്ട്. എൻ്റെ വീട്ടിൽ ഒരു SFIയുടെ ചെയർമാൻ കൂടി ഉണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഈ അഫ്സൽ ഒന്ന് അന്വേഷിക്കണം. ദേവേരി കോളേജിലെ ഒരു ചെയർമാനായിരുന്നു എൻ്റെ മകൻ ജിഷ്ണു 12 വർഷങ്ങൾക്ക് മുമ്പേ. വേണമെങ്കിൽ ഒന്ന് അന്വേഷിച്ച് നോക്കൂ. എൻ്റെ വീട്ടിൽ എനിക്ക് RSS ബന്ധമുണ്ടാവും. അദ്ദേഹത്തിന് SFI ആണ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തിൽ എനിക്ക് യാതൊരു ഇടപെടലില്ല. ഞാൻ സൂചിപ്പിക്കുന്നത് നമ്മളെ വീടുകളിലും നമ്മളെ ക്യാമ്പസുകളിലും SFIയും AVP KC ഒക്കെ വരട്ടെ, എന്താ പ്രശ്നം? നമുക്ക് വ്യത്യസ്തമായ ആശയങ്ങളിൽ ടോളറൻസ് കാണിക്കണമെന്ന് ഞാൻ ഇത്രയും പറഞ്ഞ് ഉദ്ദേശിച്ചത്. അപ്പോൾ അഭിലാഷ്, എനിക്ക് പറയാനുള്ളത്, ഞങ്ങളെ ക്യാമ്പസിൽ ഒരു രാഷ്ട്രീയപരമായ സ്റ്റാൻഡ് ഞങ്ങൾ എടുക്കാറില്ല. ഞങ്ങൾ 3 ജെൻ സ്റ്റാഫാണ്, 27 ലേഡീസ് സ്റ്റാഫുണ്ട്. ഇന്നേ വരെ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റാൻഡിൻ്റെ പേരിൽ ഞങ്ങൾ ടീച്ചേഴ്സ് വിദ്യാർത്ഥികൾ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഒറ്റക്കെട്ടാണ്. കുട്ടികളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രിൻസിപ്പൾ വളരെ സ്ട്രിക്റ്റൊക്കെയാണ്, വളരെ ഭംഗിയായിട്ട് നല്ല റിസൾട്ടൊക്കെ വാങ്ങിച്ചു പോകുന്ന സ്ഥാപനമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട അഫ്സൽ, അതും കൂടി താങ്കൾ അന്വേഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. അഭിലാഷ്, ഇനി അടുത്ത ചോദ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാം. ഓക്കെ, എനിക്കിനി അഫ്സലിനോടാണ് ചോദിക്കാനുള്ളത്. ഒന്നാമത് അഫ്സലെ, ഇപ്പോൾ കൊയിലാണ്ടിയാണ് സ്ഥലം, അവിടുത്തെ ഗുരുദേവ് കോളേജ്, ആ കോളേജ് ഇപ്പോൾ അതിൻ്റെ മാനേജ്മെൻറ്റിന് അല്ലെങ്കിൽ ഈ പറഞ്ഞ അവിടുത്തെ ഈ പ്രധാനപ്പെട്ട സ്റ്റാഫ് അഡ്വൈസർക്കും പ്രിൻസിപ്പലിനും ഒക്കെ രാഷ്ട്രീയ ബന്ധമുണ്ട് എന്നിരിക്കട്ടെ. പക്ഷേ
പ്രിൻസിപ്പാളിന്റെ വാക്കുകൾ അനുസരിച്ച് 90% SFIക്കാരുള്ള ഒരു കോളേജിൽ, ആ കോളേജിൽ SFIയുടെ ഏരിയ സെക്രട്ടറിക്ക് നേരെ നടന്നെടുത്ത് അട്ടിച്ച് ചെവിട് പൊട്ടിക്കണമെങ്കിൽ നമ്മളിപ്പോൾ രജനീകാന്ത്, വിജയ് തുടങ്ങിയ ആളുകൾക്കൊക്കെ മാത്രം കഴിയുന്ന കാര്യമാണ്. കേരളത്തിൽ ഒരാൾക്ക് പറ്റുമെന്ന് എനിക്കറിയില്ല. അത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് താങ്കൾ ആരോപിക്കുന്നത്. പക്ഷെ അതിന് ഉപോത്ബലകമാവുന്ന ഒരു കാര്യവും നമ്മുടെ മുമ്പിലില്ല. ഞാൻ ആവർത്തിക്കുന്നു, ഇനി അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് തന്നെ വെക്കുക. അതിനോട് ഇങ്ങനെയാണ് SFI പ്രതികരിക്കേണ്ടതെന്നാണോ SFIയുടെ സംസ്ഥാന നേതൃത്വം യൂണിറ്റ് കമ്മിറ്റികളോടും ഏരിയ കമ്മിറ്റികളോടും ഒക്കെ പറഞ്ഞിരിക്കുന്നത്? ശ്രീ അഭിലാഷ്, ഞാൻ ഈ മറുപടി നേരത്തെ പറഞ്ഞതാണ്. അടി കിട്ടിയാലും തിരിച്ചടിക്കരുതായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രവർത്തനം തിരിച്ചടിച്ചിട്ടില്ല, അവിടെ ഉന്തലും തള്ളലും ഉണ്ടായത്, അടിച്ചു എന്നുള്ള നിങ്ങളുടെ ഭാഷയാണ്. അങ്ങനെ ഒരു പ്രവർത്തനത്തിലേക്ക് പോകരുതായിരുന്നു. അത് ഈ സംഘടനയെ പ്രതിക്കൂട്ടിൽ നിർത്താൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുമെന്നുള്ള കാര്യം നല്ല ധാരണ ഈ സഹാക്കൾക്ക് വേണ്ടിയിരുന്നു എന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ നിങ്ങൾ ഇപ്പോഴും ശ്രീ അഭിലാഷ് വ്യക്തിപരമായി നിങ്ങളെടുക്കുന്ന നിലപാടിനോട് വളരെ എന്താ പറയുക, വളരെ മോശം അവസ്ഥയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു വിദ്യാർത്ഥി KSU സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ നിലപാടിനോട് പോലും, അദ്ദേഹം പറഞ്ഞൊരു നിലപാട് പോലും നിങ്ങൾ ഇതിൽ എടുക്കുന്നില്ല. വളരെ മോശം നിലപാടാണ് പറഞ്ഞു. എന്താ നിങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലും തരത്തിൽ 99.1% ശരി ഉണ്ടായിരുന്നെങ്കിലും ആ ശരിയുടെ കാര്യം പറയാമായിരുന്നു. അതുപോലും ഇക്കാര്യത്തിൽ നിങ്ങളുടെ പക്ഷത്തില്ലല്ലോ ശ്രീ അഫ്സൽ. നിങ്ങൾ ഈ ദൃശ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയല്ലേ? നിങ്ങളുടെ നേതാവിന്റെ പ്രസംഗം ഇവിടെ നിൽക്കുകയല്ലേ? ഇത് രണ്ട് കൂട്ടർ തമ്മിലുള്ള സംഘർഷം പോലും ഇല്ലല്ലോ. ഒരു കോളേജിന്റെ ഓഫീസിനകത്ത് കയറി പ്രിൻസിപ്പാളിനെ ഈ നിലയിൽ കൈകാര്യം ചെയ്തതിനെ എങ്ങനെയാണ് അഫ്സൽ, എന്ത് കാര്യത്തിന്റെ പേരിലാണ് ന്യായീകരിക്കാൻ കഴിയുക? അത് ആശ്ചര്യജനകമാണ്, അത്ഭുതകരമാണ്. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെങ്കിലും അങ്ങനെ ചെയ്യരുത് അഫ്സൽ. താങ്കൾ സംസ്ഥാന തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവല്ലേ, വളരെ പ്രധാനപ്പെട്ട നേതാവല്ലേ, SFIയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന നേതാവല്ലേ? അപ്പോ ഇതാണോ ഈ നാളെ ഈ നിങ്ങളുടെ അണികളായി, നിങ്ങൾക്കല്ലേ കേരളത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾ ഉള്ളത്, അണികൾ ഉള്ളത്, അവർ കാണില്ലേ ഞങ്ങളുടെ നേതാവ് വേണമെങ്കിൽ ഞങ്ങളെ അടിച്ചാൽ പ്രിൻസിപ്പാളിനെ ഇങ്ങനെയും കൈകാര്യം ചെയ്യാന്നുള്ള മട്ടിലാണ് സംസാരിക്കുന്നതെന്ന് കേൾക്കുന്ന ആളുകൾക്ക് തോന്നില്ലേ? ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, ചെയ്തത് ശരിയായില്ല എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ നിങ്ങൾ ഇപ്പോഴും സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ശ്രീ അഭിലാഷ് വളരെ രസകരമായി ഈ വലതുപക്ഷത്തിന് ഉപയോഗിക്കാത്ത രീതിയിൽ കാര്യം പറഞ്ഞാൽ എന്താ, SFIക്കാർ 90% SFIക്കാരുടെ ക്യാമ്പസിനകത്ത് പ്രിൻസിപ്പാൾക്ക് SFI ഏരിയ പ്രസിഡന്റ് അടിക്കുന്നത് രജനീകാന്തിന് മാത്രം കഴിയുന്ന കാര്യമാണെന്നാ നിങ്ങൾ എന്ത് രാഷ്ട്രീയ നിലപാട് തരുന്നതാണ്? രാഷ്ട്രീയ നിലപാടൊന്നുമല്ല, ചോദ്യമല്ലേ. ആ അധ്യാപകൻ ഈ പറയുന്ന SFIയുടെ ഏരിയ പ്രസിഡന്റിന്റെ കർണപടം ഓട്ടോറിക്ഷ അടിച്ച് തകർന്നാണോ? നിങ്ങൾ എന്താണ് ഒരു വിദ്യാർത്ഥിയോട്, നിങ്ങൾക്ക് അധ്യാപകരുടെ അനുകമ്പ മനസ്സിലാകുന്നു, നിങ്ങൾ എന്താ വിദ്യാർത്ഥി പക്ഷത്ത് ഒരു വിദ്യാർത്ഥി നേതാവിന്റെ ഒരു വിദ്യാർത്ഥിയുടെ ചെവി അടിച്ചു പൊളിച്ച അധ്യാപകനെ കുറിച്ച് ഇതുവരെ ശ്രീ അഭിലാഷ് നിങ്ങൾ ചർച്ച ചെയ്യാത്തത്? അദ്ദേഹം ഞാൻ വിദ്യാർത്ഥിനെ മാത്രമല്ല, ഞാൻ നിങ്ങൾക്ക് നേരത്തെ ചർച്ച ആരംഭിച്ചു ശ്രീ അഭിലാഷ്, നിങ്ങൾക്ക് ഈ ഒരു പരാതി അയച്ചിരുന്നു. വിദ്യാർത്ഥിയെ എന്നും സംസാരിക്കാൻ അനുവദിക്കൂ. നമുക്ക് അതും ചർച്ച ചെയ്യാം. പക്ഷേ ആ കാര്യത്തെ ശ്രീ അഫ്സൽ, ഇങ്ങനെ പ്രിൻസിപ്പൽ പുറത്തുനിന്ന് വന്ന നിങ്ങളുടെ SFIയുടെ ഏരിയ സെക്രട്ടറി, ആ കോളേജിലെ വിദ്യാർത്ഥികളല്ല കേട്ടോ, കോളേജിലെ വിദ്യാർത്ഥികളല്ലാത്ത ആളുകൾക്ക് പ്രിൻസിപ്പാളിന്റെ ഓഫീസിന് മുമ്പിൽ എന്താണ് കാര്യം എന്നൊക്കെ വേറെ ചോദ്യമാണ്, അത് അവിടെ ഇരിക്കട്ടെ. അങ്ങനെ വന്ന ഈ വിദ്യാർത്ഥിയെ മർദ്ദിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനെ സർവാത്മന അപലപിക്കാൻ തയ്യാറാണ്. പക്ഷെ അങ്ങനെ മർദ്ദിച്ചിട്ടുണ്ടെന്ന് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ ഇപ്പോ അഫ്സൽ അയച്ചിട്ടുള്ള ഈ ദൃശ്യത്തിനും കഴിയുന്നില്ല. അതൊരു വസ്തുതയാണ്. കൂടുതൽ വസ്തുത വരട്ടെ, ആ സമയത്ത് അങ്ങനെ ചെയ്യാം. ശ്രീ അഭിലാഷ്, അതാ ഞാൻ പറഞ്ഞത്, ആ SFIയുടെ ഏരിയ പ്രസിഡന്റ് അഭിനവിന്റെ ചെവി ഓട്ടോറിക്ഷ അടിച്ച് തകർന്നതായിരിക്കും. ഞാനിപ്പോ അതിലേക്ക് നിങ്ങൾ ഈ എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന മനുഷ്യർക്ക് ഇത് മനസ്സിലായി കാണും. ഇവിടെ നേരത്തെ ഞാൻ നേരത്തെ ഈ ചാനൽ ചർച്ച തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഡോക്യുമെന്റ് ശ്രീ അഭിലാഷിനെ അയച്ചു തന്നിരുന്നു. ആ ഡോക്യുമെന്റ് ഇന്ന് ആ ക്യാമ്പസിൽ ഒരാഴ്ച മുമ്പ് വരെ 20 ഒരു അധ്യാപിക CIക്കും ഈ കേരളത്തിന്റെ വകുപ്പ് മന്ത്രിമാർക്കും സിൻഡിക്കേറ്റ് മെമ്പർമാർക്കും ഉൾപ്പെടെ അയച്ച പരാതിയുടെ കോപ്പിയാണ്. അതിൽ എന്താണ് ഈ പറയുന്ന മഹത് വ്യക്തിത്വമായ പ്രിൻസിപ്പാളും രമേശനും എന്നുള്ളത് എനിക്ക് അവിടുത്തെ ഒരു ഗസ്റ്റ് ടീച്ചർ പ്രിൻസിപ്പാളിനെതിരെ കൊടുത്ത പരാതി എനിക്ക് അയച്ചു. ഞാൻ ആ പരാതി വായിച്ചു. കേൾക്കൂ. ഞാൻ ആ പരാതി വായിച്ചു. എന്നാണ് പരാതി പോലീസിൽ കൊടുത്തിട്ടുള്ളത്? 2-ാം തീയതി. എന്നാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്? 1-ാം തീയതി.
അപ്പോ ഈ നിങ്ങളുമായി ബന്ധപ്പെട്ട ഞാൻ ഈ സംഭവവുമായി പ്രിൻസിപ്പാളും നിങ്ങളും കൂട്ടിച്ചേർത്ത് തമ്മിലുള്ള സംഘർഷം കഴിഞ്ഞതിന് ശേഷം അവിടെ ഗസ്റ്റായി പഠിപ്പിച്ചിരുന്ന പിന്നെ ജോലിയിൽ നിന്ന് മാറ്റപ്പെട്ട ഒരു ടീച്ചർ ഒരു പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി 12 പേജുള്ള പരാതിയാണ്. ആ പരാതിയിൽ എന്താ, ഞാൻ സ്റ്റാഫ് റൂമിലിരിക്കുമ്പോൾ പ്രിൻസിപ്പൽ കണ്ണുരുട്ടി നോക്കി എന്നൊക്കെയാണ്. അങ്ങനെ ടീച്ചർമാരെ കണ്ണുരുട്ടി കാണിക്കുന്ന ആളായിരുന്നു പ്രിൻസിപ്പൽ എന്ന് പറഞ്ഞിട്ട് ബാക്കി നമ്മൾ ചർച്ച ചെയ്യണോ? ശ്രീ അഭിലാഷ്, നിങ്ങൾക്കപ്പോ SFI പറയുന്ന അല്ലെങ്കിൽ ഒരു അധ്യാപിക കൊടുത്ത പരാതി ഒന്നും ഒരു വിലയില്ല. അത് മാത്രമുള്ള ശ്രീ അഭിലാഷ് അതിനുള്ളത് കുറച്ചുകൂടെ ഗ്രാവിറ്റി ഉള്ള. 1-ാം തീയതി നിങ്ങളുമായിട്ട് പ്രശ്നം ഉണ്ടാവുന്നു. 2-ാം തീയതി പ്രിൻസിപ്പാളിനെതിരെ ഒരു ടീച്ചറിന്റെ പരാതി വരുന്നു. ഇനി പരാതി എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് അതിലും തമാശ. ഇതിലൊക്കെ ഞാനിപ്പോ എന്താ പറയാ? ഇതൊക്കെ നമ്മൾ എങ്ങനെയാണ് ശ്രീ അഫ്സൽ ഈ നാട്ടിലെ ജനങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുക? അവർ കാര്യങ്ങളൊക്കെ കൃത്യമായി നിരീക്ഷിക്കുന്ന ആളുകളല്ലേ. ഒരു വിദ്യാർത്ഥി സംഘടന, തെറ്റ് പറ്റാത്തവരൊന്നുമല്ല മനുഷ്യർ. എന്റെ സംഘടനയുടെ പ്രവർത്തകർക്ക് തെറ്റ് പറ്റിപ്പോയി, ഞങ്ങൾ നിരുപാധികം ഈ സമൂഹത്തോട് മാപ്പപേക്ഷിക്കുന്നു. ഇനി ഞങ്ങളുടെ വിദ്യാർത്ഥികൾ അങ്ങനെ ചെയ്യില്ല, ചെയ്യാതിരിക്കാനുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കും. അങ്ങനെയുള്ള പൊളിറ്റിക്കൽ എഡ്യൂക്കേഷൻ ഞങ്ങളുടെ വിദ്യാർത്ഥി സഖാക്കൾക്ക് കൊടുക്കുമെന്ന് SFI ഈ രാത്രി പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അതിനെ കൈയടിച്ച് അംഗീകരിച്ചേനെ. പക്ഷെ നിങ്ങൾ അതിനെ ന്യായീകരിക്കുന്നു. ഈ പ്രിൻസിപ്പാളിനെതിരെ വേറെ പരാതി ഉണ്ടായിരുന്നു പറയുന്നു, ടീച്ചർ പരാതി പറഞ്ഞെന്ന് പറയുന്നു, അവരെ ഈ പ്രിൻസിപ്പാൾ കണ്ണുരുട്ടി നോക്കിയെന്ന് പറയുന്നു. ഇങ്ങനെ 100,000 കാര്യങ്ങൾ പറഞ്ഞ് ഈ കാര്യത്തെ ജസ്റ്റിഫൈ ചെയ്യാണ് അഫ്സൽ. അതല്ല ഈ രാത്രിയിൽ വേണ്ടതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശ്രീ അഭിലാഷ്, നിങ്ങളുടെ കയ്യടിക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഈ ചാനൽ ചർച്ചയ്ക്ക് വന്നത്. ഒന്നാമത്തെ കാര്യം, എനിക്ക് എന്റെ സംഘടനയ്ക്ക് ജനങ്ങളോട് പറയാനുള്ളത് പറയാൻ വേണ്ടിയാണ് വന്നത്. എന്നെ ഒന്ന് പറയാൻ അനുവദിക്കണം. ഇനി തോക്കിൽ കേടി വെക്കരുത്. നിങ്ങൾക്ക് അവിടുത്തെ ഒരു അധ്യാപിക കൊടുത്ത എന്നെ ശാരീരികമായി ആക്രമിക്കാൻ ശ്രമിച്ചു എന്നുൾപ്പെടെയുള്ള പരാതി നിങ്ങൾക്ക് ഗ്രാവിറ്റി ഉള്ളതല്ലെങ്കിൽ ഞാനത് വിട്ടു. നിങ്ങളെ കുറിച്ച് ഈ പൊതുസമൂഹം വിലയിരുത്തിപ്പോട്ടെ. അതുമാത്രമല്ല, അവിടെ 1 വർഷം മുമ്പ് ചിത്തിര എന്ന് പറയുന്ന മറ്റൊരു അധ്യാപികയെ പുറത്താക്കി അവർക്കുള്ള അരിയർ ശമ്പളം ഉൾപ്പെടെ കൊടുക്കാത്ത വിഷയത്തിൽ SFI ആണ് ശ്രീ അഭിലാഷ് സമരം എടുത്തത്. ഇങ്ങനെ വിദ്യാർത്ഥി വിരുദ്ധവും അധ്യാപക വിരുദ്ധവുമായ സമീപനം സ്വീകരിച്ച പാരമ്പര്യമുള്ള ഒരു പ്രിൻസിപ്പാളെയാണ് നിങ്ങൾ വൈറ്റ് വാഷ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്നു. ജിഷ്ണു പ്രണോയ്മാരെ സൃഷ്ടിച്ച അനുഭവം സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ട്. ഇടിമുറികൾ കൊണ്ടുപോയി പ്രിൻസിപ്പാളും അധ്യാപകരും മാനേജ്മെന്റും കൂടി മനുഷ്യരെ, വിദ്യാർത്ഥികളെ അടിച്ചൊതുക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അതിന്റെ വാർത്ത നിങ്ങൾ ഉൾപ്പെടെ വികാരാധീനായി ഇടപെട്ടാണ്. ഇവിടെ നേരത്തെ KSUവിന്റെ നേതാവ് പറഞ്ഞ ചില കാര്യങ്ങളെ കുറിച്ച് ഒന്ന് പറയാനുണ്ട്. ഈ ഹെൽപ്പ് ഡെസ്കിനെ കുറിച്ച് എന്തോ ഒരു ഭീകര പ്രവർത്തനമാണ് ഹെൽപ്പ് ഡെസ്ക് നിലയ്ക്ക് കണക്കെ അവതരിപ്പിക്കുന്നു. ശ്രീ അഭിലാഷ് ഉൾപ്പെടെ അവതരിപ്പിക്കുന്നു. നിയമസാധുത ഇല്ല എന്നാണ് പറയുന്നത്. നിയമസാധുത ഇവിടെ നടക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടന നടത്തുന്ന പ്രവർത്തനങ്ങളെല്ലാം നിയമപരമായി ഭരണഘടന രേഖപ്പെടുത്തുന്നതാണോ? പ്രക്ഷേപണം നടത്താൻ വേണ്ടി നിയമസാധുത ഉണ്ടോ? അല്ലെങ്കിൽ മറ്റു പ്രചരണത്തിന് നിയമസാധുത ഉണ്ടോ? ഇങ്ങനെയാണോ ഇതിനെ കാണുന്നത്? ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തനം എനിക്കൊന്ന് മറുപടി പറയാൻ അവസരം തരണം. ഒറ്റക്ക് എനിക്ക് അഫ്സലിനോട് ഒരു കാര്യം ചോദിക്കാനുള്ളൂ. ഞാൻ പറയാം അഡ്മിഷൻ സമയത്തേക്ക് നിങ്ങൾ ഉൾപ്പെടെ ഞാൻ പറയട്ടെ, ഇവിടെ നിങ്ങൾ സ്ഥാപിച്ച എന്താ 4 ഇയർ ഡിഗ്രിയെ കുറിച്ച് ആർക്കും അറിയില്ല എന്നാ. 4 ഇയർ ഡിഗ്രിയെ കുറിച്ച് വിദ്യാർത്ഥികൾക്ക് ജില്ലകൾ തോറും സ്റ്റഡി സർക്കിൾ നടത്തി അതിനെക്കുറിച്ച് പഠിപ്പിച്ചാണ് 4 ഇയർ ഡിഗ്രി ഹെൽപ്പ് ഡെസ്കിലേക്ക് SFI പോയിട്ടുള്ളത്. ഈ 4 ഇയർ ഡിഗ്രി ഹെൽപ്പ് ഡെസ്ക് അല്ല. നിങ്ങൾ അവിടെ നിൽക്ക്. ഒരു വിദ്യാർത്ഥി ക്യാമ്പസിനകത്തേക്ക് കയറി വരുമ്പോ ആ വിദ്യാർത്ഥിക്ക് ക്യാമ്പസിലേക്ക് ആദ്യമായി കയറുമ്പോൾ ഉണ്ടാകുന്ന പല ആശങ്കകളുണ്ട്. ഇവിടെ റാഗിങ് ഉണ്ടാകുമോ? സീനിയേഴ്സിനെ റാഗ് ചെയ്യുമോ? ഇവിടെ ഫുൾ കൈ ഇടാൻ വേണ്ടി കഴിയോ? ഇവിടെ അല്ലെങ്കിൽ മുടി വളർത്താൻ വേണ്ടി കഴിയോ? അങ്ങനെയുള്ള ആശങ്കകൾക്കൊന്നും ഇടവില്ല. ഇത് എല്ലാവർക്കും അവസരമുള്ള ക്യാമ്പസ് ആണെന്ന് തോൾ തട്ടി പറയാൻ കൂടിയാണ് ഹെൽപ്പ് ഡെസ്ക് പ്രവർത്തിക്കുന്നത്. ST ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ കൺസ്ട്രക്ഷൻ കാർഡ് ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികളെ സഹായിക്കാനുള്ള പരിപാടിയൊക്കെ ഉണ്ടാവും. അതിങ്ങനെ അഡ്മിഷൻ നടത്തുന്ന റൂമിന്റെ പുറത്ത് ഒരു മേശയും 4 കസേരയിട്ട് വരുന്ന വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും ഒക്കെ എണ്ണം എടുത്ത് അവരുടെ നമ്പർ വാങ്ങിക്കുന്ന പരിപാടിയല്ല. വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം ഉണ്ടാക്കാനുള്ള പല പരിപാടികൾ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്യണം. പക്ഷേ ഇത്തരത്തിൽ അഡ്മിഷന് വേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്ത് അവരുടെ നമ്പറും അഡ്രസ്സും വാങ്ങിക്കുന്ന പരിപാടിയാണോ അത്? അങ്ങനെയാണോ കാലാകാലങ്ങളായി വിദ്യാർത്ഥി സംഘടനകൾ ചെയ്തിട്ടുള്ളത്? ശ്രീ അഭിലാഷ്, നിങ്ങൾ ഏതെങ്കിലും ഹെൽപ്പ് ഡെസ്കിൽ ഇരുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ നമ്പറും അഡ്രസ്സുമായിരുന്നു വാങ്ങിയിരുന്നതെങ്കിൽ എന്നെ ബാധിക്കുന്ന ഞാൻ മറുപടി പറയേണ്ട കാര്യമല്ല. എന്നാൽ SFI ഇപ്പോൾ അതല്ല ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് അവിടെ അഡ്മിഷൻ പ്രക്രിയ മാത്രമല്ല, വിദ്യാർത്ഥികൾക്ക് ബസ് യാത്ര കൺസെഷൻ കാർഡ് ഉൾപ്പെടെയുള്ള റെഡിയാക്കി കൊടുക്കുന്നതിൽ വിവരങ്ങൾ
SFI ചെയ്യുന്നുണ്ട്. SFIയുടെ ഹെൽപ്പ് ഡെസ്കുകൾ ബസ് കൺസെഷൻ കാർഡുകൾ പ്രിന്റ് എടുത്ത് കൊടുക്കുന്നുണ്ട്. ഹെൽപ്പ് ഡെസ്കുകളിൽ കൊയിലാണ്ടി കോളേജിൽ കൊടുത്തു എനിക്കറിയില്ല. ഹെൽപ്പ് ഡെസ്കുകൾ ആകെ പ്രവർത്തിക്കുന്ന രീതിയെ കുറിച്ചാണ് പറയുന്നത്. അത് ചെയ്യുന്ന ക്യാമ്പസുകളുണ്ട്. വിദ്യാർത്ഥികൾക്ക് സിലബസ് പ്രിന്റ് എടുത്ത് കൊടുക്കുന്ന ക്യാമ്പസുകളുണ്ട്. ഇതൊക്കെ ഹെൽപ്പ് ഡെസ്ക് തീർത്തും ശ്രീ അഭിലാഷ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം വേണ്ട എന്നുകൂടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ മാതൃഭൂമി ചാനലിൽ നിങ്ങൾക്ക് പ്രമോഷൻ. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം വേണ്ടെന്നല്ല, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം ഇതല്ല. അതാണ് പ്രശ്നം. പ്രിൻസിപ്പളിനെ തല്ലുന്നതല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം. സ്റ്റാഫ് അഡ്വൈസറെ ഓഫീസിൽ കയറി തല്ലുന്നതല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം. അധ്യാപകരെ കൊണ്ടുപോവാൻ ഒരു വണ്ടി പോരാ, 2 ആംബുലൻസ് വേണമെന്ന് പ്രഖ്യാപിക്കുന്നതല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം. 2 കാലിൽ പ്രിൻസിപ്പാൾ ഈ ക്യാമ്പസിനകത്ത് കയറില്ല എന്ന് പറയുന്നതല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം. അതല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം വേണം, കേരളത്തിലെ ക്യാമ്പസുകളിൽ വേണം, സർഗാത്മകമായി വേണം, രാഷ്ട്രീയമായി വിദ്യാർത്ഥികളെ ഉണർത്തണം, സംഘടിപ്പിക്കണം. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. നവോത്ഥാനത്തിന്റെ ചരിത്രവും പാരമ്പര്യമുള്ള ഒരു സ്ഥലമാണ് കൊയിലാണ്ടി. അവിടെ പോയിട്ട് ഒരു കോളേജിനകത്ത് കയറി അതിനെ പ്രിൻസിപ്പാളിനെ തല്ലുന്നതാണ് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് ധരിച്ചു വെച്ചിരിക്കുന്നതാണ് പ്രശ്നം. ശ്രീ അഫ്സൽ, പ്രിൻസിപ്പാളിനെ തല്ലുന്നതല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന കാര്യത്തിലെങ്കിലും SFIക്ക് ഒരു തീരുമാനം ഉണ്ടാവണം. അധ്യാപകരെ തല്ലുന്നതല്ല, ഗുരുനാഥന്മാരെ തല്ലുന്നതല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം. അഫ്സൽ എത്ര വാദിച്ചാലും ഗുരുക്കന്മാരെ തല്ലുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം അല്ല. അഫ്സൽ, കൊലവിളി നടത്തുന്നത്, 2 കാലിൽ ഇയാളെ ഈ ക്യാമ്പസിനകത്ത് കയറ്റില്ല എന്ന് പറയുന്നത്, 2 ആംബുലൻസ് വേണ്ടി വരും എന്ന് പറയുന്നത്, അടിച്ചാശുപത്രിയിലാക്കാൻ ഞങ്ങൾ വിചാരിച്ച പറ്റുമെന്ന് പറയുന്നതല്ല വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം. അത് നിങ്ങൾ ആദ്യം സമ്മതിക്കൂ. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടിയും ഞാൻ ഒരുപാട് ചർച്ച നടത്തിയിട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഞാൻ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകനായിരുന്നു താനും കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം വേണ്ട എന്നല്ല പ്രശ്നം. ഇതല്ല വിദ്യാർത്ഥി സംഘടന എന്നുള്ളതാണ് പ്രശ്നം. പറയൂ ശ്രീ, ഇതിപ്പോ SFIയുടെ ഹെൽപ്പ് ഡെസ്ക് സ്ഥാപിക്കാതിരിക്കാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടി ഒരു കോളേജ് മാനേജ്മെന്റ് പരിശ്രമിച്ചതിന്റെ ഫലമായിട്ട് തോന്നുന്നുണ്ടോ? KSUവിന് തോന്നുന്നുണ്ടോ? ഈ ചർച്ചയിൽ തുടക്കം മുതൽ ഇതിനെ ന്യായീകരിക്കുന്ന സമീപനമായിട്ട് SFIയുടെ സംസ്ഥാന ഭാരവാഹി പോകുമ്പോൾ സംസാരിക്കട്ടെ. അഫ്സലിന്റെ അവസരത്തിൽ അഫ്സൽ ധാരാളം സംസാരിച്ചു. അപ്പൊ ഈ ഹെൽപ്പ് ഡെസ്കിന്റെ ശരികേടുകളെ പറ്റിയോ അതിന്റെ തെറ്റുകളെ പറ്റി ഒരു വശത്തിലേക്കൊന്നും ഞാൻ കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്കിതിൽ പറയാൻ ആഗ്രഹിക്കുന്ന, അഫ്സൽ ഇവിടെ വാ തോരാതെ ഇവിടെ ഇടിമുറികളെ കുറിച്ച് സംസാരിച്ചു, ഇവിടെ റാഗിങ്ങിനെ കുറിച്ച് സംസാരിച്ചു. അതേപോലെ ഇങ്ങനെ വലിയ SFI വലിയ സഹായങ്ങൾ വിദ്യാർത്ഥികൾക്ക് ചെയ്യുന്നു എന്നതിനെ പറ്റിയൊക്കെ സംസാരിച്ചു. ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ ഇടിമുറികളെ പറ്റി പറയാൻ എന്ത് ധാർമ്മികതയാണ് SFIക്കുള്ളത്? ഈ അഫ്സൽ ഇവിടെ ഇരുന്നിട്ട് ഇടിമുറികൾ കേരളത്തിലെ ക്യാമ്പസുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ ബഹുഭൂരിപക്ഷം വരുന്ന ഇടിമുറികൾക്കും നേതൃത്വം കൊടുക്കുന്ന സംഘടനയുടെ പേര് SFI എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ കാര്യവട്ടം ക്യാമ്പസിൽ ഇവിടെ പാർട്ടി ഗ്രാമം, അവിടെ ഇടിമുറികൾ സൃഷ്ടിച്ചുകൊണ്ട് പാർട്ടി ഗ്രാമത്തിന് സമാനമായിട്ടുള്ള രീതിയിൽ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടക്കുന്നു. എന്തേ അഫ്സൽ അതിനെപ്പറ്റി സംസാരിക്കാത്തത്? അപ്പം ഞാനിവിടെ സംസാരിക്കുമ്പോൾ ഞാൻ ഇപ്പോഴും കടന്നു വരുന്നത് ഇവിടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നാണ്. ഞങ്ങളുടെ ഒരു സഹപ്രവർത്തകനെ ഇന്നലെ അർദ്ധരാത്രിയിൽ അതിക്രൂരമായിട്ട് SFIയുടെ നേതാക്കന്മാർ, യൂണിറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ, പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ അതിക്രൂരമായിട്ടുള്ള ആക്രമണത്തിന് ഇരയാക്കി. അതിനുശേഷവും അവിടെ കള്ളക്കേസ് ഉണ്ടാക്കുന്നതിന് ഒരു സമീപനം എല്ലാ കാലഘട്ടത്തും SFI പ്രതിരോധത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ SFI ചെയ്യുന്ന തെറ്റുകളെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വലിയ കേസുകളുടെ പുകമറകൾ സൃഷ്ടിക്കുന്നത് ഞങ്ങൾ കണ്ടു. നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഒരു കാര്യം മാത്രം പ്രിയപ്പെട്ട അഫ്സലിനോട്, അത് SFIനെ ഒരിക്കലും നമ്മൾ ഉപദേശിക്കാനോ അല്ലെങ്കിൽ അവരെ നേർവഴിക്ക് നടത്താനോ കേരളത്തിൽ ആരും തയ്യാറായിട്ട് കാര്യമില്ല. കാരണം നിരന്തരം തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് സഞ്ചരിക്കുന്ന ഒരു സംഘടനയായി SFI മാറിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് സിദ്ധാർത്ഥന് ശേഷവും ഇവിടെ ഈ പറയുന്ന സാൻജോസ് എന്ന് പറയുന്ന വിദ്യാർത്ഥി ഉണ്ടാകുന്നത്. ഒരുപക്ഷെ ഞങ്ങൾ ഇന്നലെ കടന്നു ചെന്നില്ലായിരുന്നെങ്കിൽ സിദ്ധാർത്ഥന് സമാനമായിട്ടുള്ള രീതിയിൽ ഒരുപക്ഷെ സാൻജോസിന് വലിയ രീതിയിലേക്കുള്ള പരുക്കുകൾ പറ്റി ചിലപ്പോൾ ഒരുപക്ഷെ മരണം പോലും സംഭവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അതുകൊണ്ട് ഒരു കാര്യം മാത്രം പറയുന്നു, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം എന്ന് പറയുന്നത് SFI കാണിക്കുന്ന ഈ ഹൂളിഗനിസം നടത്തുന്നതാണ് സംഘടന. ശരി, പറഞ്ഞോളൂ. കാര്യവട്ടം ക്യാമ്പസിൽ സംഭവിച്ചത് എന്താണെന്നുള്ളതിന്റെ SFIയുടെ വിശദീകരണം പറഞ്ഞോളൂ. കാര്യവട്ടം ക്യാമ്പസിൽ ഇവിടെ കാര്യവട്ടം ക്യാമ്പസിൽ മാത്രമല്ല, ഇവിടെ KSUക്കാർ SFIയെ ജനാധിപത്യം പഠിപ്പിക്കാൻ വന്ന് നിൽക്കുക.
ആരാ? ഞങ്ങളുടെ കൂട്ടത്തിലെ 10-12 പേരെ കൊലക്കത്തി കൊണ്ട് കൊന്നു കളഞ്ഞ കേസുകാര്, നിഖിൽ പൈൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോഴും സംഘടന വെച്ചിരുന്ന കേസുകാര്. 10 വർഷത്തെയും 20 വർഷത്തെയും ചരിത്രം എല്ലാ ചർച്ചകളിലും ഇന്നത്തെ ദിവസത്തെ ഇത് പറയൂ. നിങ്ങൾ ചെയ്തത് ശരിയാണോ? കാര്യവട്ടം ക്യാമ്പസിൽ KSUവിന്റെ ഒരു പ്രവർത്തകനെ നിങ്ങളുടെ മുറിയിലിട്ടിട്ട് അതിക്രൂരമായി മർദ്ദിച്ചിട്ട് ഞങ്ങൾക്ക് അന്ന് അങ്ങനെ സംഭവിച്ചില്ല. ഇന്നത്തെ കാര്യം പറയൂ. എന്താണ് സംഭവിച്ചത്? എനിക്ക് പറയാനുള്ള താങ്കളുടെ സംഘടന ഞങ്ങളുടെ സഖാക്കളെ സഖാവ് ധീരജ് ഉൾപ്പെടെ ആളുകൾ കൊന്നതിനെ കുറിച്ച് പറയണം. ഞങ്ങൾ പകരം ഒരു KSUക്കാരന്റെ ജീവൻ എടുത്തിട്ടില്ല. ഞങ്ങളുടെ രാഷ്ട്രീയമല്ല. ഇവിടെ ഇപ്പൊ ഇന്നലത്തെ കാര്യം പറഞ്ഞു. കാര്യവട്ടം ക്യാമ്പസിൽ എന്താ സംഭവിച്ചത്? ഈ സാൻജോസ് എന്ന് പറയുന്ന വ്യക്തി അവിടെ ആദ്യമായി പഠിക്കുന്ന വ്യക്തിയാണോ? അവിടെ രണ്ടാം തവണ PGക്ക് പഠിക്കുന്ന വിദ്യാർത്ഥിയാണ്. അയാൾ അവിടെ കഴിഞ്ഞ തവണ PGക്ക് പഠിച്ചാണല്ലോ. ആ സമയത്ത് എന്തെങ്കിലും ഇഷ്യൂ SFIയുമായിട്ടുണ്ടായിരുന്നോ? SFI ഉണ്ടാക്കിയിരുന്നോ? അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനത്തിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി SFI മുന്നോട്ട് വന്നിരുന്നോ? ഇത് ഇന്നലെ കരുതി കിട്ടി നേരത്തെ തയ്യാറാക്കിയ സ്ക്രിപ്റ്റ് പ്രകാരം പുറത്തു നിന്നുള്ള ആളെ കൂട്ടി ക്യാമ്പസിലേക്ക് പ്രവർത്തിക്കുകയാണ്, ഇവിടെ പ്രവേശിക്കുകയാണ്. ഇവിടെ ശ്രീ അലോഷി പറഞ്ഞു വലിച്ചിടച്ചു കൊണ്ട് ഈ ഹോസ്റ്റൽ റൂമിലേക്ക് എന്ന് പറയുന്നത്. ഇന്ന് പോലീസിന്റെ കൂടെ വന്നിട്ടാണ് പുറത്തു നിന്ന് വന്ന ജോബിസൺ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പേര് അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നത്. പുറത്തു നിന്ന് വന്ന KSUവിന്റെ ഗുണ്ട ഹോസ്റ്റലിൽ നിന്ന് ബൈക്ക് എടുത്ത് കൊണ്ടുപോയത്. ഹോസ്റ്റൽ ഇൻമേറ്റ് അല്ലാത്ത സാൻജോസിന് എന്താണ് ഹോസ്റ്റൽ കാര്യം? അവിടുത്തെ വിദ്യാർത്ഥിയല്ലാത്ത ഈ ജോബിസൺ എന്ന് പറയുന്ന KSUവിന്റെ ഗുണ്ടക്ക് എന്താണ് ഹോസ്റ്റൽ കാര്യം? ഈ പറയുന്ന അക്കാദമിക് ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ വന്ന് ബൈക്ക് എടുത്തുകൊണ്ട് പോയി എന്ന് പറയുന്നത്. അഫ്സൽ, ആദ്യം നിങ്ങളുടെ സംഘടനയിൽപ്പെട്ട വിദ്യാർത്ഥികളെ പറ്റിയെങ്കിലും ഒന്ന് മനസ്സിലാക്കുക, എന്നിട്ട് സംസാരിക്കുക. ആര് കൊണ്ടുപോയി? വിഷ്വൽ ഞാൻ അയച്ചു തരാം. നിങ്ങളുടെ ബൈക്ക് അവിടെ വെച്ചുപോയാൽ നിങ്ങൾ ഹോസ്റ്റലിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോയി എന്ന് പറയുന്നത്. ആ വലിച്ചിഴച്ച് ബൈക്കിലാണോ കൊണ്ടുപോയത് എന്ന് നിങ്ങൾ ആലോചിച്ച് പറയണം. അപ്പൊ എന്തെങ്കിലും കള്ളം പ്രചരിപ്പിക്കുക. ഈ അക്കാദമിക് ഇയർ ആരംഭിച്ചതിന് ശേഷം മലബാർ ക്രിസ്ത്യൻ കോളേജിൽ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ SFI പ്രവർത്തകരെ മർദ്ദിച്ചു. പത്തനംതിട്ട കാത്തോലിക് കോളേജിൽ SFI പ്രവർത്തകരെ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മർദ്ദിച്ചു. ഇങ്ങനെ വിവിധ ക്യാമ്പസുകളിൽ SFI ആക്രമിക്കുകയാണ്. അങ്ങനെ ആക്രമിക്കാനും അതിന് തിരിച്ചൊരു പ്രതികരണം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വാർത്തയാക്കാനും വേണ്ടിയുള്ള പദ്ധതിയുമായിട്ടാണ് ഇന്നലെ വന്നത്. എന്താണ് കാര്യവട്ടം കോൺഗ്രസ് ഈ ക്യാമ്പസിൽ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് പണി? ഒന്ന് പരീക്ഷ. എന്താണ് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റിന് കാര്യവട്ടം ക്യാമ്പസിൽ പണി? CPIഎമ്മിന്റെയോ CPIയുടെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയത്തെ പറ്റി ഒന്ന് പഠിക്കുക. ആ ക്യാമ്പസിൽ ശ്രീ അഭിലാഷ് ഒരു നിമിഷം ഈ പറയുന്ന ഞങ്ങളുടെ സാൻജോസ് എന്ന് പറയുന്ന KSUവിന്റെ ജില്ലാ സെക്രട്ടറി ആ ഹോസ്റ്റലിൽ കൊണ്ടുവന്ന് മർദ്ദിച്ചിട്ട് 1 മണിക്കൂറായി അവിടുത്തെ പോലീസ് പോലും എത്താത്ത സാഹചര്യത്തിലേക്കാണ് ഞങ്ങൾ ക്യാമ്പസിൽ പുറത്തു ചെല്ലുന്നത്. അക്രമത്തിനും ഇട്ടുകൊടുത്ത് അവൻ മരണത്തിലേക്ക് പോകണമെന്നാണ് അഫ്സൽ ഉദ്ദേശിക്കുന്നത്. ഞങ്ങൾ ക്യാമ്പസിൽ കയറിയിട്ടില്ല. ക്യാമ്പസിന്റെ പുറത്താണ് ഈ പറയുന്ന മണ്ഡലം പ്രസിഡന്റ് അവിടെ നിൽക്കുന്നത്. കുടിച്ചു വന്ന് അവിടെ അക്രമം കാണിക്കാൻ വേണ്ടി വന്നവരാണ് KSUക്കാർ. നിങ്ങൾക്ക് വാട്ടുചാരത്തിന്റെ കച്ചവടമാണെന്നല്ലോ അഫ്സൽ ഈ ചാനൽ ചർച്ചയിൽ പറയുന്നു. അത് കാര്യവട്ടം ക്യാമ്പസിൽ പഠിച്ച് വർഷങ്ങളായി അവിടുന്ന് പഠിച്ച് പുറത്തോട്ട് പോയ SFIയുടെ നേതാക്കന്മാർ അവിടെ അട്ടിയിട്ട് കിടന്ന് അവിടെ സംഘടനാ പ്രവർത്തനം നടത്തുന്നു എന്ന പേരിൽ ഇതര സംഘടനയിൽപ്പെട്ട നേതാക്കന്മാരെ നിരന്തരം ആക്രമിക്കുക അവരുടെ പതിവാണ്. ബിനീഷ് കാര്യവട്ടം ക്യാമ്പസ് ഞാൻ പഠിച്ച ക്യാമ്പസാണ്. എന്തായാലും അവിടെ നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് നടന്നിട്ടുള്ളത്. ചർച്ച അവസാന ഘട്ടത്തിലാണ്. പ്രൊഫസർ ജോർജ്, ഇപ്പോൾ കാലം മുന്നോട്ട് പോവുകയാണ്. നമ്മൾ കൂടുതൽ ജനാധിപത്യവൽക്കരിക്കപ്പെടുന്നു എന്നാണ് വിചാരിക്കുന്നതെങ്കിലും ക്യാമ്പസുകളിൽ ഇടിമുറിയും കൊല്ലമുറിയും ഒക്കെ ഉണ്ടാവുന്നു. എതിർ രാഷ്ട്രീയ കക്ഷികളെ ഇതുപോലെ ഹിംസിക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും സംഘർഷങ്ങളൊക്കെ ഉണ്ടാവുന്നു. വളരെ വളരെ മോശമായിട്ടുള്ള ഒരു അവസ്ഥ ഇപ്പോഴും ക്യാമ്പസുകളിൽ തുടരുന്നത് എന്തുകൊണ്ടാണ്? അഭിലാഷേ, നമ്മൾ വളരെയേറെ പ്രതീക്ഷകളോടുകൂടിയാണ്, വലിയ ആഘോഷത്തോടുകൂടി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണനിലവാരം അന്തർദേശീയ തലത്തിലേക്ക് ഉയർത്തുക എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കിക്കൊണ്ടാണ് ഒരു വലിയ മഹോത്സവം 1-ാം തീയതി നടത്തിയത്. അതായത് 4 വർഷ ബിരുദ കോഴ്സുകളുടെ ഉദ്ഘാടനം. യഥാർത്ഥത്തിൽ ഞാൻ അഭിലാഷിനോട് വളരെ വിനയപൂർവ്വം ചോദിക്കട്ടെ, ഈ തരത്തിലുള്ള ഒരു അന്തരീക്ഷം നിലനിൽക്കുന്ന കേരളത്തിലെ
ഈ പറയുന്ന സർവകലാശാല ക്യാമ്പസുകളിലാകട്ടെ കോളേജുകളിലാകട്ടെ ഇതുപോലെ ഫലകരമായിട്ടുള്ള അധ്യയനവും അധ്യാപന രീതികളുമൊക്കെ തുടർന്നു പോകുവാൻ കഴിയുന്നതായിട്ടുള്ള ഒരു സാഹചര്യമുണ്ടോ എന്ന് വളരെ ഗൗരവമായിട്ട് ആലോചിക്കണം. നമ്മൾ നിരന്തരമായി ഇപ്പോൾ പറയാറുണ്ടല്ലോ, കേരളത്തിൽ പഠിക്കുന്ന കുട്ടികളൊന്നും ഉന്നത വിദ്യാഭ്യാസത്തിനായി ഇവിടെ നിൽക്കുന്നില്ല, ഈ രാജ്യം വിട്ടുപോലും പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് പറയുന്നു. എന്തൊരു വലിയ വൈരുദ്ധ്യമാണ്. വലിയ ഗുണനിലവാരം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു മഹാപ്രസ്ഥാനത്തിൻ്റെ ആദ്യ ദിവസം തന്നെ ഇതുപോലെയുള്ള അതീവ ദുഃഖകരമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്ന വേദികളായി കേരളത്തിലെ സർവകലാശാല ക്യാമ്പസുകളും അതുപോലെ തന്നെ കോളേജ് ക്യാമ്പസുകളുമായി തീരുന്നെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം എവിടേക്ക് പോകുന്നു എന്നതിനെക്കുറിച്ച് വളരെയധികം ആശങ്കപ്പെടേണ്ടതായിട്ടുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. തീർച്ചയായും ദുഃഖകരമാണ്. സമയം സമ്പൂർണ്ണമായി പെട്ടെന്ന് പറയും വളരെ പെട്ടെന്ന്. ഒന്നുമല്ല, ഇവിടെ KSUക്കാർ പറഞ്ഞ മഹിമയാണ്. പണ്ട് ഹയർ സെക്കൻഡറി ഡയറക്ടറുടെ നേതൃത്വത്തിൽ കൈയോല വെച്ച നേതാവാണ് ഈ പറഞ്ഞ KSUവിന്റെ നേതാക്കന്മാർ. ഒരു അധ്യാപകനെ ചവിട്ടിക്കൊന്ന പാരമ്പര്യം MSFനുണ്ട്. ഈ പറയുന്ന ആളുകൾ വന്ന് SFI സമാധാനം പഠിപ്പിക്കേണ്ട. SFI ആയാലും KSU ആയാലും MSF ആയാലും ജനാധിപത്യപരമായി രാഷ്ട്രീയ പ്രവർത്തനം, വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്താൻ നിയോഗിക്കപ്പെടേണ്ട ആളുകൾ ഈ തരത്തിൽ പെരുമാറുന്നത് എന്തായാലും കേരളത്തിന് ശ്രേയസ്കരമല്ല. നമ്മുടെ ക്യാമ്പസുകൾക്ക്, നമ്മുടെ വിദ്യാഭ്യാസ സംസ്കാരത്തിന് തന്നെ ഒട്ടും ചേരുന്നതല്ല, ദൗർഭാഗ്യകരമാണ് എന്ന പോയിന്റിൽ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം. വളരെ നന്ദി 4 പേർക്കും. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.